നിന്നതല്ല നാം, ദൈവം നമ്മെ നിർത്തിയതാ, നേടിയതല്ല. ദൈവമെല്ലാം തന്നതല്ലേ, നിന്നതല്ല നാം, ദൈവം നമ്മെ നിർത്തിയതാ, നേടിയതല്ല. ദൈവമെല്ലാം തന്നതല്ലേ. നടത്തിയ വിധങ്ങൾ ഓർത്തിടുമ്പോൾ നന്ദിയോടെ നാഥനു സ്തുതി പാടിടാം. നടത്തിയ വിധങ്ങൾ ഓർത്തിടുമ്പോൾ നന്ദിയോടെ നാഥനു സ്തുതി പാടിടാം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം. ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം. ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിയിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോൽ. ഇനിയും കൃപ തോന്നി കരുതിയിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോൽ. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാവട്ടെ. ഏറ്റവും പ്രിയബഹുമാനപ്പെട്ട എബ്രാച്ചൻ, ഇടവകയുടെ ആദരണീയനായ വികാരി, ഏറ്റവും ബഹുമാനപ്പെട്ട ജോണച്ചൻ, ദേവാലയത്തിലായിരിക്കുന്ന വിശ്വാസികളുടെ സമൂഹമേ, ക്രിസ്തുനാമത്തിലെ സ്നേഹവന്ദനം. ജീവിതയാത്രയിൽ ആദ്യമായിട്ടാണ് ഈ പ്രദേശത്തേക്ക് കടന്നു വരുന്നത്. നിങ്ങളുടെ മുഖത്ത് നോക്കിയിട്ട് ഇവിടെ ഉണ്ട് ബോംബ് വീഴുന്ന മാതിരിയാ. ഒന്ന് റിലാക്സ് ചെയ്തിരുന്നുള്ളൂ, കുഴപ്പമൊന്നുമില്ല. ആശങ്കകളൊക്കെ കാണുന്നുണ്ട്, പ്രതിസന്ധികളൊക്കെ മുഖത്ത് കാണുന്നു. ദേവാലയത്തിലായിരിക്കുമ്പോൾ നമുക്കൊന്ന് സന്തോഷത്തോടെ ഇരിക്കാം. അതാണ് എൻ്റെ ഒരു ആദ്യമായിട്ട് പറയുന്നത്. പലരുടെയും മുഖത്ത് എന്തോ ഭയങ്കര പാലസ്തീൻ്റെ ഭൂമി ഇങ്ങോട്ട് വരുന്ന മാതിരിയാ. വേണ്ട, ഫ്രീ ആയിട്ടിരിക്കുക പ്രിയമുള്ളവരെ. ജീവിതയാത്രയിൽ ആദ്യമായിട്ട് വിശുദ്ധമായ 174 വർഷത്തോളം പഴക്കമുള്ള ഈ ചരിത്രപ്രധാനമായ ദേവാലയത്തിൽ എത്തിച്ചവരുടെയാലും ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുകയാണ്. വളരെ യാദൃച്ഛികമായിട്ടുള്ള ഒരു കണ്ടുമുട്ടൽ പണ്ട് പുതിയ നിയമത്തിന്റെ താളെ നടന്നു. മറിയമ്മും എലിസബത്തും എന്ന് പറഞ്ഞതുപോലെ ഞാനും ഇവിടുത്തെ വികാരിച്ചനും കൂടെ ഒരു ആശുപത്രി വെച്ച് കണ്ടുമുട്ടി. മറ്റെങ്ങുമല്ല, പരുമല വെച്ച്. അച്ഛനും അവിടെ ഹോസ്പിറ്റൽ സംബന്ധമായ കാര്യത്തിന് വന്നാണ്. ഞാൻ രോഗിയായിട്ടല്ല, ഡ്രൈവറായിട്ട് പോയത്. എൻ്റെ അമ്മയുടെ അതിനകത്തൊരു സിസ്റ്ററാണ്. സിസ്റ്ററെ കൊണ്ട് ഹോസ്പിറ്റലിൽ ഞങ്ങൾ തമ്മിൽ കണ്ടുപിട്ടി പരിചയപ്പെട്ടു. അപ്പൊ അച്ഛൻ ഇങ്ങനെ കാര്യങ്ങൾ കുറെ നേരം ഞങ്ങളുടെ സമയം ഉണ്ടാകും, ഡോക്ടർമാർ വിളിക്കാൻ താമസിച്ചുണ്ട്. അപ്പൊ കുറെ നേരം സംസാരിച്ചപ്പോൾ അച്ഛൻ വെച്ചാൽ പെരിങ്ങനോട് എനിക്കൊരു പള്ളി ഉണ്ടെന്ന് വരാമോ എന്ന് ചോദിച്ചു. ജീവിതത്തിൽ ഞാൻ പെരിങ്ങനൊന്ന് കേട്ടിട്ടുള്ളതല്ലാതെ കണ്ടിട്ട് പോലും ഇല്ല. വഴി എങ്ങും തെറ്റില്ല, അപ്പുറത്ത് പുറകെ വന്നതേ ഉള്ളൂ. പിന്നെ ഞാൻ കറ ഇങ്ങനെ വന്നു. ഞാൻ പറഞ്ഞു, അച്ഛാ വന്നോളാം എന്ന് പറഞ്ഞു. 1-2 ദിവസം അച്ഛൻ്റെ യാതൊരു വിളിയും കോളും ഒന്നും ഇല്ലായിരുന്നു. അപ്പൊ ഞാൻ ഓർത്തു പോയതായിരിക്കും, അച്ഛൻ വിട്ടായിരിക്കും എന്ന് ഓർത്തു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ വീണ്ടും അച്ഛാ എന്നെ ഓർമ്മയുണ്ടോ, ഞാൻ ജോണച്ചനാന്ന് പറഞ്ഞു. എനിക്ക് സന്തോഷമായി. ഞാൻ പറഞ്ഞു, അച്ഛാ ഞാൻ മറന്നു പോയിട്ടില്ല. പിന്നെ സന്തോഷത്തോടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, സന്തോഷത്തോടെ ക്രമീകരിക്കപ്പെട്ടു. വിശുദ്ധ മാർത്തസ്മുനി അമ്മയുടെ നാമത്തിൽ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന ദേവാലയം എന്ന നിലയിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഓരോരുത്തരെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ അമ്മയുടെ സാന്നിധ്യം, അനുഗ്രഹം എത്രമാത്രം വലുതാണ് എന്ന് എനിക്കറിയാവുന്നതുകൊണ്ട് ഞാൻ പിന്നീട് ചെയ്ത പരിപാടി എന്ന് പറഞ്ഞാൽ അമ്മയുടെ ചരിത്രം പഠിച്ചു. കാര്യം എൻ്റെ ഭദ്രാസനം മാർത്തസ്മുനി അമ്മയുടെ ഒരു ദേവാലയം പോലും ഇല്ലാത്തത് കൊണ്ട് എനിക്ക് വലിയ പിടിയില്ല എന്നുള്ള വാസ്തവം. സംഭവബഹുലമായ ഒരു ജീവചരിത്രം വായിച്ചപ്പോൾ നിങ്ങൾ എത്രമാത്രം അനുഗ്രഹിക്കപ്പെട്ടവരാണ് എന്നുള്ള ചിന്തയാണ് എൻ്റെ മനസ്സിലുണ്ടായത്.
കഴിഞ്ഞ ദിവസം അച്ഛന് GPS ഒക്കെ ഇട്ട് തന്നു. അച്ഛാ ഇങ്ങെത്തണേ, ഇന്നലെയും വിളിച്ചു. ഞാൻ വിളിച്ച കുഴപ്പമില്ല, ഞാൻ എത്തിക്കോളാം. പിന്നെ ഇടയ്ക്ക് വന്ന വഴിക്ക് ഇച്ചിരി ബ്ലോക്ക് ആയതുള്ള എങ്കിലും ദൈവത്തിന്റെ 6:30 എത്തിച്ചേരാൻ സാധിച്ചു. പ്രിയമുള്ളവരെ, വിശുദ്ധമായ അമ്മയുടെ ദൈവമാതാവിന്റെ നോമ്പിന്റെ അവസാന ദിവസങ്ങൾ എത്തിച്ചേർന്നിരിക്കുക. അല്പം മണിക്കൂറോട് കഴിയുമ്പോൾ വിശുദ്ധമായ കുർബാനോട് കൂടി ആ നോമ്പ് പൂർത്തീകരണത്തെത്തുകയാണ്. ലോകം മുഴുവൻ ദൈവത്തിന്റെ മാതാവ് എന്ന് വിളിക്കുന്ന വിശുദ്ധ അമ്മയുടെ നോമ്പിന്റെ പൂർത്തീകരണത്തിലേക്ക് നമ്മൾ വരുമ്പോ സ്വാഗത പ്രസംഗത്തിൽ ബഹുമാനപ്പെട്ട വല്യച്ഛൻ ഓർപ്പിച്ചതുപോലെ വല്ലാത്ത ഒരു ലോകത്താണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. 15 വർഷം മുമ്പുണ്ടായ ലോകമല്ല ഇത്. 25 വർഷം മുമ്പുണ്ടായ ലോകം അല്ല ഇത്. 30 വർഷം മുമ്പുള്ള ലോകമല്ല ഇത്. 15 വർഷം മുമ്പുള്ള ലോകത്തെ 2020 ലോകത്തെ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾക്ക് മാത്രം അവശേഷിക്കുന്നു. അപകടം പിടിച്ച എന്താണ് സംഭവിക്കുന്ന ആർക്കും ഒന്നും പ്രവചിക്കാൻ വയ്യാത്ത ഒരു വല്ലാത്ത ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അങ്ങനെയുള്ള അവസരത്തിൽ പ്രിയമുള്ളവരെ, മുറുകെ പിടിക്കുവാനായിട്ട്, സമാധാനം കണ്ടെത്തുവാനായിട്ട് ഒരൊറ്റ വ്യക്തിത്വമേ ഉള്ളൂ. ആ വ്യക്തിത്വം 2000 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് സമാധാനം തരുന്നു. അത് ലോകം തരുന്ന പോലെ അല്ല. അല്പസമയം ബഹുമാനോടെ വികാരിച്ച് അനുവദിച്ചിരിക്കുന്ന സമയത്തിന് 1 മിനിറ്റ് മുമ്പ് ഞാൻ അവസാനിപ്പിക്കാം. അല്പസമയം നമുക്ക് ആ സമാധാനത്തിന് വേണ്ടി ആകാംക്ഷിക്കാം. കാംക്ഷയോടുകൂടി നമുക്ക് കാത്തിരിക്കാം. വിശുദ്ധ ആലയത്തിൽ വിശുദ്ധമായ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ശേഷം നമ്മൾ ഒരുമിക്കുമ്പോൾ, ദൈവമേ നീ ഇടപെട്ട് ഞങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കണമേ. എന്റെ കർത്താവെ നീ ഇടപെട്ട് ഞങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കണമേ. പ്രാവർത്തിക ലോകത്തിന് കടന്നു വരണമെന്ന പ്രാർത്ഥനയോട് മാത്രം നമുക്കിരിക്കാം. ഞാൻ അതുകൊണ്ടാണ് ആദ്യം പറയുന്നത്, നിങ്ങളുടെയൊക്കെ മുഖത്തെ ആശങ്ക കണ്ടു കഴിഞ്ഞാൽ ഞാൻ എങ്ങാണ്ട് ജയിലിൽ നിന്ന് ഇറങ്ങി വന്ന മാതിരിയാ. വേണ്ട പ്രിയമുള്ളവരെ, സന്തോഷത്തോടെ സമാധാനത്തോടെ നമ്മുടെ കർത്താവ് നമുക്ക് സമാധാനം തന്നിട്ടാണ് പോയിരിക്കുന്നത്. അതിനപ്പുറം ഒരു സമാധാനം ലോകത്ത് ലഭ്യമല്ല എന്നുള്ള പൂർണ്ണ ബോധ്യത്തിൽ നമ്മൾ വിശുദ്ധ ആലയത്തിലായിരിക്കാം. ആദ്യമേ പറയട്ടെ, ഞാനൊരു കൺവെൻഷൻ പ്രസംഗൻ അല്ല, സത്യമായിട്ടും. അതുകൊണ്ട് തന്നെ വലിയ ദൈവശാസ്ത്രമൊന്നും അറിയത്തില്ല. അറിയാവുന്നത് പറഞ്ഞു കേൾപ്പിക്കാം. എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ പഠിച്ചിട്ടുള്ളതും മനസ്സിലാക്കിയിട്ടുള്ളതും പഴയ പിതാക്കന്മാര്, പഴയ അമ്മച്ചന്മാരൊക്കെ കാണാതെ പഠിച്ചിട്ടുള്ള ഒരു സങ്കീർത്തനമാണ് 55-ാം സങ്കീർത്തനം. പലവരും നമ്മൾ പഠിച്ചിട്ടുള്ളതും പ്രസംഗങ്ങൾ കേട്ടിട്ടുള്ളതുമായ ഒരു സങ്കീർത്തനമാണ് 55-ാം സങ്കീർത്തനം. ആ 55-ാം സങ്കീർത്തനത്തിലെ 3 വാക്യങ്ങൾ മാത്രം എടുത്തുകൊണ്ട് അതിന്റെ പശ്ചാത്തലം ഒന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. 55-ാം സങ്കീർത്തനം നമുക്ക് ഏവർക്കും അറിയാവുന്ന പോലെ ദാവീദിന്റെ സങ്കീർത്തനമാണ്. അതില് ഏറ്റവും 6-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം കാണുന്നു, പ്രാവിനുള്ളതുപോലെ എനിക്ക് ചിറകുണ്ടായിരുന്നെങ്കിൽ ഞാൻ പറന്നുപോയി വിശ്രമിക്കുമായിരുന്നു. അല്പം കൂടി മുൻപോട്ട് പോകുമ്പോൾ 15-ാമത്തെ വാക്യത്തില് 12-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, എന്നെ നിന്ദിച്ചതൊരു ശത്രുവല്ല, അങ്ങനെയെങ്കിൽ ഞാൻ സഹിക്കുമായിരുന്നു. എന്റെ നേരെ വമ്പ് പറഞ്ഞത് എന്നെ പകയ്ക്കുന്നവനല്ല, അങ്ങനെയെങ്കിൽ ഞാൻ മറഞ്ഞുകൊള്ളുമായിരുന്നു. അല്പം കൂടി മുന്നോട്ട് പോകുമ്പോൾ 17-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, ഞാൻ വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും സങ്കടം ബോധിപ്പിച്ച കാര്യം എന്റെ പ്രാർത്ഥന അവൻ കേൾക്കുമായിരിക്കും എന്ന ആടലും പുസ്തകത്തിലുണ്ടോ? ഇല്ല, കേൾക്കുമെന്ന് തന്നെ ഉറപ്പിച്ച് പറയാം. 3 വാക്യങ്ങളാണ് ഞാൻ ഒരേ സങ്കീർത്തനത്തിലെ പറഞ്ഞത്. ഈ 3 വാക്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ പരസ്പരം യാതൊരു ബന്ധവുമില്ല. ആദ്യം പറയുവാണ്, എനിക്ക് പ്രാവിനെ പോലെ ചിറകുണ്ടായിരുന്നെങ്കിൽ ഞാൻ പറന്നുപോയി വിശ്രമിക്കുമായിരുന്നു. അതുമായിട്ട് യാതൊരു ബന്ധവുമില്ലാതെ വീണ്ടും പറയാണ്, എന്നെ നിന്ദിച്ചതൊരു ശത്രുവല്ല, അങ്ങനെയെങ്കിൽ ഞാൻ സഹിക്കുമായിരുന്നു. പിന്നെ അതും ബന്ധമില്ലാതെ 3ാമത് പറയുവാണ്, ഞാൻ രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും സങ്കടം ബോധിപ്പിച്ച കാര്യം എന്റെ പ്രാർത്ഥന ദൈവം കേൾക്കും. പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ പറയുന്നവരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വളരെ മനോഹരമായിട്ട് അവർക്ക് കൊടുക്കുന്നൊരു പേരുണ്ട്, മാനസിക വിഭ്രാന്തിയുള്ളവരാണ്. ഒരേ സമയം ചിരിക്കുകയും ഒരേ സമയം കരയുകയും ചെയ്യുന്ന മനസ്സിന്റെ താളം തെറ്റിയെ സംബന്ധിച്ചിടത്തോളം അവരെന്താണ് ചെയ്യുന്നത് അവർക്ക് തന്നെ അറിയാൻ വയ്യാത്ത അവസ്ഥയിൽ പുലമ്പുന്ന കാര്യങ്ങൾക്ക് നമുക്ക് മാനസിക വിഭ്രാന്തി എന്ന് പറയാം. ഏറെക്കുറെ അത് തന്നെയാണ് ദാവീദിന് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. എന്താണ് ഇത് പറയാനുള്ള കാരണം? ഏത് സാഹചര്യത്തിലാണ് ദാവീദ് ഇത് പറയേണ്ടി വന്നത് എന്നതിനുള്ള ചോദ്യത്തിന് ഉത്തരം ഇത് നമ്മൾ മറന്നുപോകരുത്. 55-ാം സങ്കീർത്തനം അവിടെ നിൽക്കട്ടെ. ഇതിന്റെ ചരിത്രം അല്പം അന്വേഷിക്കണമെങ്കിൽ വീണ്ടും പഴയ നിയമത്തിന്റെ താളുകൾ കൂടി നമുക്കൊന്ന് യാത്ര ചെയ്യാം. ആർക്കെങ്കിലും ഉറക്കം വരുന്നെങ്കിൽ ഒരു കുഴപ്പമില്ല, സ്വസ്ഥമായിട്ട് നമുക്ക് ഉറങ്ങാനുള്ള അവസരം, ശാന്തമായിട്ട് ഉറങ്ങാനുള്ള അവസരം
കർത്താവിൻ്റെ വചനം പ്രഘോഷിക്കുമ്പോഴാണ് എന്ന് എനിക്ക് നല്ലോണം അറിയാം. അച്ഛൻ അറിയാൻ വേണ്ട അച്ഛൻ എന്തെല്ലാം പണി കഴിഞ്ഞിട്ടാണ് ഓടി വരുന്ന അറിയാമോ? ഇവിടെ പിന്നെ പശുവിനെ കറക്കുന്ന ആരും ഇല്ലായിരിക്കും അല്ലേ? ഞങ്ങളുടെ നാട്ടിൽ അതുകൊണ്ട് അച്ഛാ എന്തെല്ലാം പണി കഴിഞ്ഞാൽ ഉറങ്ങിപ്പോയെങ്കിൽ അച്ഛൻ ഒന്നും പറയല്ലേ എന്ന് മൗനമായിട്ട് നിങ്ങൾ പറയുന്നുണ്ടെന്ന് എനിക്കറിയാം. എനിക്ക് യാതൊരു വിരോധമില്ല കേട്ടോ. കാരണം ഇന്ന് മനുഷ്യൻ ഇല്ലാത്ത സാധനം എന്താണെന്നറിയാമോ? ഉറക്കാണ്. എൻ്റെ പൊന്നച്ഛാ, ഒരു 12 മണിയാകുമ്പോൾ ഒന്ന് ഉണരും, പിന്നെ അങ്ങോട്ട് ഉരുളുന്നു ഇങ്ങോട്ട് ഉരുളുന്നു, വെള്ളം കുടിക്കുന്നു, 2-3 പ്രാവശ്യം ബാത്റൂം. ഉറക്കമില്ല അച്ഛാ. ഇത് അച്ഛന്മാർ ഇഷ്ടം പോലെ കേൾക്കുന്നതാ. പണ്ടൊക്കെ കട്ടിൽ കണ്ടാ മതിയായിരുന്നു. നമ്മുടെ ഉറക്കം പോയിരിക്കുന്ന ഒരു സമൂഹത്തിലാണ് ഞാൻ നിങ്ങൾ ജീവിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് യാതൊരു പരാതിയില്ല. ഞാൻ വീണ്ടും പഴയ നിയമത്തിന്റെ താളുകളിലേക്ക് കടന്നു വരികയാണ്. 2 ശമൂവേലിന്റെ പുസ്തകം അതിന്റെ 16-ാമത്തെ അധ്യായം മുതൽ ഏതാണ്ട് 19 വരെ നീണ്ടു കിടക്കുന്ന വളരെ മനോഹരമായ ഒരു കഥാപാത്രത്തിന്റെ കഥയുണ്ട്. കൊച്ചു കുഞ്ഞുങ്ങൾ കുറച്ചു പേരിന്റെ മുന്നിൽ ഇരിക്കുന്നത് കൊണ്ട് ഒരു കഥരൂപത്തിൽ തന്നെ ഞാൻ അവതരിപ്പിക്കാം. കഥ വേഗം പറഞ്ഞു പോകാം, അല്ലെങ്കിൽ സമയം നീണ്ടുപോകും. നിങ്ങൾ ഇത് കഴിയുമ്പം ജോണച്ചനോട് പറയും, കാര്യമാ ഇന്നലെ വിളിച്ച കത്തനാരെ മേളാൽ ഇങ്ങോട്ട് വിളിച്ചേക്കരുത് പറയുകയും ചെയ്യും. അത് പറയിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് സമയബന്ധിതയുടെ അവസാനം പ്രിയമുള്ളവരെ, പഴയ നിയമത്തിന്റെ താളിൽ കാണുന്ന മനോഹരമായ ഒരു ചെറുപ്പക്കാരനുണ്ട്. ആര് കണ്ടാലും ഒന്ന് നോക്കിപ്പോകുന്ന സുന്ദരനായ ഒരു ചെറുപ്പക്കാരന്റെ കഥ പഴയ നിയമത്തിന്റെ താളിൽ നമ്മൾ കാണുന്നുണ്ട്. അവനെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞതല്ല അവൻ സൗന്ദര്യമുള്ളവനായിരുന്നു എന്ന് വചനം തന്നെ പറയുന്നത്. 2 ശമൂവേലിന്റെ പുസ്തകം 14-ാം അധ്യായം അതിന് 25-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, എല്ലാ ഇസ്രായേലിലും സൗന്ദര്യം കൊണ്ട് ആ ചെറുപ്പക്കാരന്റെ അത്രയും പേര് പറയപ്പെട്ടവൻ ഒരുത്തനില്ലായിരുന്നു. അത് ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും ഒന്ന് നോക്കിപ്പോവാൻ അത്ര സൗന്ദര്യമുള്ള ചെറുപ്പക്കാരൻ വചനം പറയുകയാണ്. പിന്നെ അടുത്ത കാര്യം പറയുന്നുണ്ട്, ഈ കഥാപാത്രത്തിന്റെ സൗന്ദര്യത്തിന്റെ ലക്ഷണം എന്തായിരുന്നു? അടി മുതൽ മുടി വരെ അവന് യാതൊരു ഊനവുമില്ലായിരുന്നു. അത് മാത്രമല്ല, അവന്റെ സൗന്ദര്യത്തിന്റെ ഏറ്റവും വലിയ ലക്ഷണം എന്ന് പറഞ്ഞാൽ നീളമുള്ള മുടിയായിരുന്നു. ചെറുപ്പക്കാരന്റെ കാര്യമാണ് പറഞ്ഞു കേട്ടോ, ചെറുപ്പക്കാരുടെ കാര്യമല്ല. ഒരു താടിയും തേക്കാതെ, ഒരു കെമിക്കലും ചേർക്കാതെ മനോഹരം അവസരം ശമൂവേൽ പ്രവാചകൻ പറയാണ്, അവന്റെ മുടി മുറിച്ചു കൊടുത്താൽ പോലും 3 രൂപ കിട്ടും. അതൊക്കെ അവിടെ പറയുന്നുണ്ട്. ആ കഥാപാത്രത്തിന്റെ പേര് ഞാൻ പറയാം. എന്തായിരുന്നു? അബ്ശാലോം എന്ന് പറയുന്ന ആള്. ലോകം കണ്ട രാജാക്കന്മാർ, ഇസ്രായേൽ രാജാക്കന്മാര് ഏറ്റവും പ്രഗത്ഭനായ ദാവീദ് രാജാവിന്റെ മകനായ ജ്യേഷ്ഠപുത്രനായ മൂത്തപുത്രനായ അബ്ശാലോമിന്റെ കാര്യം. ഈ ചിത്രം മനസ്സിൽ നിങ്ങൾ ഉണ്ടാവണം. ആരാലും ശ്ലാഘിക്കപ്പെടുന്ന, ആരാലും നല്ലതെന്ന് പറയപ്പെടുന്ന ഒരു ചെറുപ്പക്കാരന്റെ ചിത്രം അബ്ശാലോം. ദാവീദ് രാജാവിന്റെ പാരമ്പര്യത്തിൽ വളർന്നു വന്ന് ദൈവവും ദാവീദ് രാജാവുമുള്ള ബന്ധത്തെ മനസ്സിലാക്കി പഠിച്ച് ആരാധനകാണ് യാതൊരു മുടക്കവും വരുത്താതെ ദാവീദ് രാജാവ് കാണിക്കുന്ന തീഷ്ണത അതേപോലെ തുടർന്ന് വന്നൊരു ചെറുപ്പക്കാരൻ. പക്ഷേ ഒരു വലിയ പ്രശ്നമുണ്ടായിരുന്നു. നമ്മുടെ ഇവിടെ ഞാൻ വന്നപ്പോൾ വെച്ചാൽ ഇത് പത്തനംതിട്ട ജില്ലയുടെ ഭാഗമാണെന്ന് ചോദിച്ചു. അച്ഛൻ പത്തനംതിട്ട ജില്ല. അപ്പം നമ്മൾ 2 ജില്ലക്കാർ, അപ്പം വലിയ കുഴപ്പം വരത്തില്ല. അപ്പം ഈ ബത്തേലിലൊക്കെ പ്രസംഗിക്കാൻ പോകുമ്പോൾ നമ്മൾ അവിടെ ചെന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രശ്നം, വാക്കുകളൊക്കെ ഒത്തിരി അർത്ഥവ്യത്യാസമുണ്ട്. അപ്പൊ പത്തനംതിട്ട ജില്ലയിൽ പറയുന്നൊരു വാക്കുണ്ട്, ചാകത്തുമില്ല. അതൊക്കെ അറിയാതെ, ചാകത്തുമില്ല, കട്ടിലൊടിയത്തുമില്ല. പഴയ ഒരു പഴഞ്ചൊല്ലാണ്. എന്താണ് അതിന്റെ പ്രത്യേകത എന്നറിയാമോ? ഇതെങ്ങനെയാണ് ഈ പഴഞ്ചൊല്ല് ഉണ്ടായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്നത്തെ പോലെ സംവിധാനങ്ങളൊന്നും ഇല്ലാത്ത ഭവനങ്ങൾ, ചെറിയ ചെറിയ വീടുകൾ, പ്രത്യേകിച്ച് ഓലമേഞ്ഞ വീടുകൾ, അതിനകത്ത് ചാണകമൊക്കെ തളിച്ച്, അയ്യോ പോയി, ചാണകം തളിച്ച തറയോ. ഈ കുഞ്ഞുങ്ങളോട് ചാണകം തളിച്ച തറ എന്ന് പറഞ്ഞാൽ അതുങ്ങൾ എന്തോ ചെയ്യും? മൊബൈൽ എടുക്കും, കുത്തി നോക്കും, ഗൂഗിൾ അമ്മച്ചി എന്താണ് ചാണകം, അമ്മച്ചി പറഞ്ഞു തരും ഇന്നതാണ് ചാണകം. ശരി, ഈ ചാണകം തളിക്കാന്ന് പറഞ്ഞ എന്താ? പ്രായമുള്ളവർക്ക് കുറച്ചു പേർക്കെങ്കിലും ഓർമ്മയുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. പഴയ കാലത്ത് എനിക്ക് ഓർമ്മയുണ്ട്, ഒരു 80 കാലഘട്ടങ്ങളിലേക്ക്. അച്ഛൻ അതിന് മാത്രം പ്രായമൊന്നുമില്ല, ഇവിടെ മുതുക്കലൊന്നുമില്ല, പോട്ടെ. എന്നാലും പണ്ടത്തെ കാലത്ത് ഇന്നത്തെ സംവിധാനങ്ങളൊന്നും ഇല്ലാത്ത കാലഘട്ടങ്ങളിൽ ചാണകം അമ്മച്ചിമാരെടുത്തിട്ട് അതിനകത്ത് കുറച്ച് തൊണ്ടൊക്കെ അങ്ങോട്ട് അമ്മച്ചി കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഒരു തളിക്കയുണ്ടല്ലേ, ഇന്നത്തെ മൊസൈക്ക് തോറ്റുപോകുന്ന ഒരു പാരമ്പര്യം അന്ന് ഓർമ്മയുണ്ട്. ആകെപ്പാടെ സന്തോഷം. ഈ പെരക്കകത്ത് കിടക്കുന്ന കട്ടിലും ബെഞ്ചും ഒക്കെ എടുത്ത് മുറ്റത്തിടുന്ന ആകാശത്തൊക്കെ നല്ല രസമല്ലേ?
ചാണകം തളിച്ച തറയിൽ അമ്മച്ചി പറയും, മോനെ ഒരു 2-3 മണിക്കൂറൊക്കെ കാലി ചവിട്ടിപ്പോയി എന്ത് കിട്ടും? അടി കിട്ടുമായിരുന്നു. അങ്ങനെ കുറെ ഓർമ്മകളുണ്ട്. അതേപോലെ ഒരു കൊച്ചു വീട്ടിൽ ഒരു പ്രായമുള്ള അപ്പച്ചനുമുണ്ട്, കുറച്ച് ആൾക്കാരുമുണ്ട്. അവിടെ ഒരു കൊച്ചുമോനുണ്ട്. കൊച്ചുമോനെ സംബന്ധിച്ചിടത്തോളം അവൻ ഈ കട്ടിലൊന്ന് കിടക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ അപ്പച്ചന്റെ കട്ടിൽ കിടക്കാൻ പോലും തൊടാൻ പോലും ഒക്കത്തില്ല. കാര്യം അപ്പച്ചന് കാരണവരുടെ സ്ഥാനമായതുകൊണ്ട് വലിയ സ്ഥാനമാണ്. അപ്പൊ അവൻ ഇങ്ങനെ തറയെ കിടന്ന് നോക്കും, എന്നാണ് ഞാൻ ആ കട്ടിലൊന്ന് കയറി കിടക്കുന്നു. അപ്പൊ പ്രതീക്ഷ അപ്പച്ചൻ ചാകാതെ ഒക്കുവോ? അപ്പൊ അവൻ മനസ്സിൽ പറയും, ചാകത്തും ഇല്ല. ഇതാണ് ആ കഥയുടെ പഴമൊഴി, അല്ല അതിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞ പോലെ തന്നെ അബ്ശാലോമിന്റെ ജീവിതത്തിൽ വലിയൊരു പ്രശ്നമുണ്ട് പ്രിയമുള്ളവരെ. എന്താന്ന് ചോദിച്ചാൽ അവന് രാജാവാകണം. പക്ഷേ ഇസ്രായേൽ ജനത മുഴുവൻ ദാവീദ് രാജാവിനെ പിൻപറ്റുന്നവരും അവന് പൂർണ്ണമായ സ്തുതി പാടുന്നവരുമാണ്. ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി ഭരിക്കുന്ന ഒരു രാജാവാണ് ദാവീദ് രാജാവ്. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് എല്ലാവർക്കും നല്ല അഭിപ്രായം മാത്രമാണ്. അപ്പൊ അബ്ശാലോമൻ ആകെ പ്രശ്നമായി. അവന്റെ പ്രായം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഈ രാജസിംഹാസനത്തിൽ കയറിയിരിക്കാൻ വലിയ ആഗ്രഹമുണ്ട്, പക്ഷെ സാധിക്കുന്നില്ല. അതിന് അദ്ദേഹം ചെയ്ത ഒരു കാര്യത്തെക്കുറിച്ച് 15-ാം അധ്യായം ആദ്യം പറയുന്നുണ്ട്. ഞാൻ പെട്ടെന്ന് ആ കഥ വേഗം പറഞ്ഞു പോകാൻ പ്രിയമുള്ളവരെ. 15-ാമത്തെ അധ്യായം ആദ്യം പറയുന്നുണ്ട്, അബ്ശാലോം അതിരാവിലെ എണീറ്റ് കുറച്ച് പട്ടാളക്കാരെയും കൂട്ടിയിട്ട് കൊട്ടാരത്തിന്റെ അങ്ങേ മൂലയ്ക്ക് റോഡ് സൈഡിൽ പോയി നിൽക്കും. എന്നിട്ട് രാവിലെ ദാവീദ് രാജാവിനെ കാണുവാനായിട്ട് കടന്നു വരുന്നോട് ചോദിക്കും, എവിടുന്നാ വരുന്നേ? അപ്പൊ അവര് പറയും, ഞാൻ അങ്ങ് അടൂരിന്ന് വരികയാണ്. എന്താ നിന്റെ പ്രശ്നം? അത് ഞാനും എന്റെ അനിയനും തമ്മിലുള്ള അതിര് തർക്കമുണ്ട്, അല്ലെങ്കിൽ സാമ്പത്തിക പ്രശ്നമുണ്ട്. അബ്ശാലോം സന്തോഷായി. അദ്ദേഹം പറയുന്നുണ്ട്, ഇവിടെ മടു പറയുന്നുണ്ട്, നിന്റെ പ്രശ്നം വളരെ ന്യായമുള്ളതാണ്. പക്ഷേ നിന്റെ പ്രശ്നം ഒന്ന് തീർക്കുവാനായിട്ട്, നിനക്ക് ന്യായം കിട്ടുവാനായിട്ട് നമ്മുടെ രാജാവ് ആരെയും ആക്കി വെച്ചിട്ടില്ലല്ലോ. മലയാളം വേദപുസ്തകത്തിൽ കൊടുത്തിരിക്കുന്ന വാക്ക് ആക്കി വെച്ചിട്ടില്ലല്ലോ. നിന്റെ പ്രശ്നം പരിഹരിക്കാൻ എന്റെ പിതാവ് തന്നെയായ ദാവീദ് രാജാവ് ആരെയും ആക്കി വെച്ചിട്ടില്ല. ഒരു വാക്കൂടെ അങ്ങോട്ട് കൂട്ടിച്ചേർക്കും. എന്താണെന്നറിയാമോ? ഞാൻ ഇവിടുത്തെ ന്യായാധിപനായിരുന്നെങ്കിൽ, ശ്രദ്ധിച്ചോണം, ഞാൻ ഇവിടുത്തെ ന്യായാധിപനായിരുന്നെങ്കിൽ നിന്റെ പ്രശ്നം സോൾവ് ചെയ്തേനെ. എന്നിട്ട് വലിയ സന്തോഷമായി പരാതിക്കാരന്. ദാവീദ് രാജാന്റെ മകന്, രാജകുമാരനാണ് പറയുന്നത്. അദ്ദേഹം പെട്ടെന്ന് ഈ കാലത്തൊട്ട് വണങ്ങാൻ തുടങ്ങുമ്പോഴത്തേന് ഇന്ന് പല ആൾക്കാരും കാണിക്കുന്ന ഒരു വിധം അറിയാമോ, അതൊന്നും സമ്മതിക്കത്തില്ല. കയറി കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുക്കും. അയ്യോ, ആരാണ്? രാജകുമാരൻ ഒരു സാധാരണക്കാരന്റെ പ്രശ്നം മനസ്സിലാക്കി അവനെ ആശ്രയിച്ചു കഴിഞ്ഞപ്പോൾ അവനുണ്ടായ സന്തോഷം വളരെ വലുതാണ്. ഇത് കുറെ നാളുകൾ തുടർന്നു. അബ്ശാലോം രാജകുമാരൻ എന്ന് രാവിലെ പോയി നിൽക്കും. ചില ആൾക്കാർ പറയുന്നുണ്ട്, കുരുട്ടുബുദ്ധി പറഞ്ഞു കൊടുത്തത് അദ്ദേഹത്തിന്റെ ഭാര്യയാണെന്ന്. ഞാൻ വിചാരിക്കുന്നില്ല. കാര്യം കുരുട്ടുബുദ്ധിയുടെ കാര്യത്തിൽ സ്ത്രീയാണോ മുന്നിൽ, പുരുഷനാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഉത്തരമില്ല, നിങ്ങൾ തന്നെ കണ്ടാൽ മതി. പക്ഷെ പ്രിയമുള്ളവരെ, പറഞ്ഞു കൊടുക്കുന്ന പ്രിയപ്പെട്ട ഭാര്യമാരെ, അമ്മമാരെ, ഭർത്താക്കന്മാർക്ക് പറഞ്ഞു കൊടുക്കുന്ന ബുദ്ധിയിൽ കുരുട്ട് ചേർക്കരുത്. നേരച്ചുള്ള കാര്യം മാത്രം പറഞ്ഞു കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഇത് കുറെ നാൾ തുടർന്നു. കുറെ ആൾക്കാരുടെ മനസ്സിലേക്ക് ഈ ചിന്ത കടന്നു വന്നു. എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ പ്രശ്നം പരിഹരിക്കുവാനായിട്ട് ആരെയും ആക്കി വെച്ചിട്ടില്ല എന്നുള്ള രാജകുമാരന്റെ ചിന്ത. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ പ്രിയമുള്ളവരെ, നമ്മളൊക്കെ പല കാര്യങ്ങൾക്കും ഗവൺമെന്റ് ഓഫീസുകളിൽ കയറിയിറങ്ങുന്ന ആൾക്കാരാണ്. ഞാനും കയറി ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ ഒരു കാര്യത്തിന് വേണ്ടി ഒരു വില്ലേജ് ഓഫീസിൽ ചെല്ലുമ്പോൾ അവിടെ നിൽക്കുന്ന ഒരാൾ ഇറങ്ങി വന്നിട്ട് ചോദിക്കുകയാണ്, എന്താ നിങ്ങൾ വന്നേ? എനിക്ക് ഇന്നൊരു സർട്ടിഫിക്കറ്റ് വേണമായിരുന്നു. 5 മിനിറ്റ് ഇരിക്കൂ എന്ന് പറഞ്ഞ് ആ മനുഷ്യൻ പോയി ആ സർട്ടിഫിക്കറ്റ് തയ്യാറാക്കി നമ്മുടെ കൊണ്ടു തന്നാൽ സ്വാഭാവികമായിട്ടും നമ്മൾ എന്ത് ചെയ്യും പ്രിയമുള്ളവരെ? കുറഞ്ഞൊരു 5 പേരോടെങ്കിലും പറയും, വില്ലേജ് ഓഫീസിന് പുതിയൊരു ക്ലർക്ക് വന്നിട്ടുണ്ട്, നല്ല മനുഷ്യന്. കുറഞ്ഞ നമ്മൾ ഇപ്പോഴത്തെ ഗെയിമാണ്, വാട്സപ്പിലും കൊടുക്കും, ഫേസ്ബുക്കിലും കൊടുക്കും, ഇൻസ്റ്റായിലും കൊടുക്കും, അല്ലെ? നല്ല മനുഷ്യന്. ഇത് തന്നെയാണ് അവിടെ സംഭവിച്ചത്. ജനങ്ങളുടെ മനസ്സിൽ അബ്ശാലോം രാജകുമാരനെ കുറിച്ച് വളരെ നല്ലൊരു ചിന്ത കടന്നു വരികയാണ്. കുറെ ജനങ്ങളുടെ ഇടയിൽ അബ്ശാലോം രാജകുമാരൻ നല്ലതാണ് എന്ന ചിന്ത ഉണ്ടായി കഴിഞ്ഞപ്പോ ഒരു ദിവസം 15-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയാണ്, അബ്ശാലോം രാജകുമാരൻ കടന്നു വന്നിട്ട് തന്റെ പ്രിയപ്പെട്ട പിതാവിനോട് ഒരു കാര്യം പറയുന്നു. ഞാൻ ആദ്യം കഥ പറഞ്ഞിട്ട് പിന്നെ വിഷയത്തിലേക്ക് വരാം. എനിക്ക് ഹെബ്രോനിലേക്ക് ഒന്ന് പോകണം, അവിടെ ഒരു നേർച്ച കഴിക്കാനുണ്ട്. ചിന്തിച്ചോണം അദ്ദേഹം പറഞ്ഞ ഭാഗം ഏതാണെന്ന്. അപ്പൊ എനിക്ക് ഹെബ്രോൻ വരെ ഒന്ന് പോകണം, എനിക്ക് അവിടെ ഒരു നേർച്ച കഴിക്കാനുണ്ട്.
നേർച്ച, പ്രാർത്ഥന, ഉപവാസം എന്നൊക്കെ പറയുമ്പോൾ ദൈവവുമായിട്ട് വലിയ ബന്ധമുണ്ടായിരുന്ന ദാവീദ് രാജാവിനെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് മകനെ അനുഗ്രഹിച്ചിട്ട് പറയുകയാണ്, മകനെ നീ പോയി നേർച്ച കഴിക്കുക, നീ ഒട്ടും താമസിക്കണ്ട, നീ എന്ത് നേർച്ചയാണോ പറഞ്ഞിരിക്കുന്നത് നേർച്ച കഴിക്കാൻ നീ പെട്ടെന്ന് ഹെബ്രോനിലേക്ക് പോവുക എന്ന് പറഞ്ഞ് ആതിഥ്യ മര്യാദകൾ അനുസരിച്ച് ഒരു ബലിയർപ്പിക്കാൻ പോകുന്ന ഒരു വ്യക്തിക്ക് കൊടുത്തുവിടേണ്ടത് എല്ലാ പൂജാ സാധനങ്ങളും കൊടുത്ത് ഏറ്റവും ഭക്തിയോടുകൂടി അദ്ദേഹത്തെ യാത്രയാക്കുകയാണ്. പ്രിയമുള്ളവരെ, സ്വന്തം മകൻ തനിക്ക് വേണ്ടി തന്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് പോകുന്നു മനസ്സിലാക്കിക്കൊണ്ട് ദാവീദ് രാജാവ് തന്റെ ഭവനത്തിൽ ശ്രദ്ധയോടെ ഇരുന്നു എന്നാ പറയും. പക്ഷേ ഈ മകൻ പോയത് പ്രാർത്ഥിക്കാൻ വേണ്ടി ആയിരുന്നില്ല. ഈ മകൻ പോയത് യാഗം അർപ്പിക്കാൻ വേണ്ടി ആയിരുന്നില്ല. ബലിസാധനങ്ങൾ കൊണ്ട് പോയത് ബലിയർപ്പിക്കാൻ വേണ്ടി ആയിരുന്നില്ല. പിന്നെയോ അബ്ശാലോം രാജകുമാരൻ ഹെബ്രോനിൽ ചെന്ന് ചെയ്ത പണി എന്താന്ന് ചോദിച്ചാൽ എന്താണെന്നറിയാമോ? അവിടെ ഇരുന്നു കൊണ്ട് തന്റെ പിതാവിനെതിരെ യുദ്ധം ചെയ്യുവാനായിട്ട് ഒരു സൈന്യത്തെ ഉണ്ടാക്കുകയായിരുന്നു. എല്ലാ ചെറുപ്പക്കാരും കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടാവുമല്ലോ, കൂട്ടുകാരുണ്ടാവില്ലേ? അത് ഏതൊക്കെ തരത്തിലാണെന്ന് നമുക്കറിയാം. അത് പറഞ്ഞപോലെ തന്നെ അബ്ശാലോമിന്റെ സുഹൃത്തുക്കളെല്ലാം കൂടെ കൂടി ദാവീദ് രാജാവിന്റെ സൈന്യത്തിൽ നിന്ന് പല മോഹങ്ങളും പല വാഗ്ദാനങ്ങളും നൽകിയിട്ട് ഉന്നത ഉദ്യോഗസ്ഥന്മാരെ പോലും ആരും അറിയാതെ അബ്ശാലോമിന്റെ കൂടെ കൂട്ടുകയാണ്. കാരണം നേരെ ചെന്ന് കഴിഞ്ഞാൽ ദാവീദ് രാജാവ് സിംഹാസനത്തിൽ നിന്ന് ഇറങ്ങത്തില്ലെന്നും തനിക്ക് അവിടെ രാജാവാൻ കഴിയത്തില്ലെന്നും നല്ല ബുദ്ധി ഉണ്ടായിരുന്ന അബ്ശാലോം വലിയൊരു സൈന്യത്തെ അവിടെ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. നല്ല നേതൃത്വത്തെ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഏത് സമയത്ത് ദാവീദിനെ ആക്രമിച്ചു കഴിഞ്ഞാൽ തനിക്ക് രാജ്യം നേടാൻ കഴിയും എന്ന് വിശ്വസിക്കുന്ന ഒരു സംവിധാനമാണ് അവിടെ അദ്ദേഹം ചെയ്തു കൂട്ടിയത്. നേരെ ചുവച്ചെന്നാൽ ദാവീദിനെ മാറാൻ സമ്മതിക്കത്തില്ല, ജനങ്ങൾ സമ്മതിക്കത്തില്ല, പൂർണ്ണ ബോധ്യം അബ്ശാലോം ഉണ്ടായിരുന്നുകൊണ്ട് തന്റെ സൈന്യത്തെ നയിക്കുവാനായിട്ട് വലിയൊരു സംഘത്തെ തന്നെ അവിടെ സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. കുറെ കഴിയുമ്പോൾ ദാവീദ് രാജാവിന്റെ ചെവിയിലേക്ക് ആ വാർത്ത എത്തുകയാണ്. തന്റെ പ്രിയപ്പെട്ട മകൻ ഹെബ്രോനിലേക്ക് പോയത് നേർച്ച കഴിക്കാനായിരുന്നില്ല, പിന്നെയോ യുദ്ധം നടത്തി തന്നെയും തന്റെ പ്രിയപ്പെട്ടവരെയും വധിക്കുവാൻ വേണ്ടിയാണ് താൻ മകൻ പോയത് എന്ന് മനസ്സിലാക്കുകയാണ്. ഏതു സമയത്തും അബ്ശാലോമും സംഘവും രാജകൊട്ടാരത്തിലേക്ക് കടന്നു വന്ന് തന്നെ ഇവിടെയുള്ളവരെല്ലാം നശിപ്പിച്ച് സിംഹാസനം കരസ്ഥമാക്കുമെന്ന് പൂർണ്ണ ബോധ്യം വന്നു കഴിഞ്ഞപ്പോൾ ദാവീദ് രാജാവ് സത്യം മനസ്സിലാക്കി തന്റെ കൂടെ ഉണ്ടായിരുന്ന തന്റെ പ്രിയപ്പെട്ടവർ എന്ന് പറഞ്ഞ് തന്റെ കൂടെ യുദ്ധത്തിനെല്ലാം നേതൃത്വം കൊടുത്ത സൈന്യ തലവന്മാർ പോലും ഇന്ന് അബ്ശാലോമിന്റെ കൂടെയാണ്. തനിക്ക് പരാജയം സംഭവിക്കുമെന്ന് മനസ്സിലാക്കിയ ആ പ്രിയപ്പെട്ട പിതാവ് രാജകൊട്ടാരത്തിൽ നിന്ന് ഉള്ള സംഗതിയെടുത്തുകൊണ്ട് ഒരു മരുഭൂമിയുടെ അനുഭവത്തിലേക്ക് ഓടിപ്പോവുകയാണ്. എന്തിനാ പ്രിയമുള്ളവരെ? തന്റെ പ്രിയപ്പെട്ട മകന്റെ വായ്വാർത്തലയാൽ കൊല്ലപ്പെടാതിരിക്കുവാൻ വേണ്ടി. ജീവനും കൊണ്ട് ഓടുക എന്നൊരു മലയാള വാക്കുണ്ട്, അത് തന്നെയാണ് അവിടെ സംഭവിക്കുന്നത്. ജീവനെ ഭയന്നുകൊണ്ട് ഏതു സമയം താൻ വധിക്കപ്പെടുന്ന പൂർണ്ണ ബോധ്യമുള്ളത് കൊണ്ട് അബ്ശാലോം അവിടുന്ന് ഓടുകയാണ്. ദാവീദ് രാജാവ് ഓടുകയാണ്. മരുഭൂമിയുടെ ഒരു അനുഭവത്തിൽ അദ്ദേഹം വളരെ വിഷമത്തോടുകൂടി നെഞ്ചിൽ കൈവച്ച് കരഞ്ഞുകൊണ്ട് സ്വർഗത്തിലേക്ക് നോക്കി മനോഹരമായ ഒരു പാട്ടുപാടി. എന്തായിരുന്നു? പ്രാവിനെ പോലെ എനിക്ക് ചിറകുണ്ടായിരുന്നെങ്കിൽ ഞാൻ പറന്നുപോയി വിശ്രമിക്കുമായിരുന്നു. കുറെ കാര്യങ്ങൾ പറഞ്ഞ് അദ്ദേഹം വീണ്ടും പറയുവാണ്, എന്നെ നിന്ദിച്ചതൊരു ശത്രുവല്ല, അങ്ങനെയെങ്കിൽ ഞാൻ സഹിക്കുമായിരുന്നു. വീണ്ടും അദ്ദേഹം പറയുവാണ്, ആദ്യത്തെ രണ്ടു വാക്കുകൾ പ്രയാസത്തിന്റെയും നിരാശയുടെയും വാക്കുകളാണെങ്കിൽ മൂന്നാമത് നമ്മൾ ദാവീദ് രാജാവിൽ കാണുന്നതറിയാമോ? ചങ്കിൽ കൈവച്ചുകൊണ്ട് അദ്ദേഹം പറയുവാണ്, ഞാൻ രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും സങ്കടം ബോധിപ്പിച്ച് കരയും, എന്റെ പ്രാർത്ഥന എന്റെ ദൈവം. ഇപ്പോൾ 55 സങ്കീർത്തനത്തിന്റെ വാക്യവും ബാക്ക്ഗ്രൗണ്ടും മനസ്സിലായിട്ടോ? കഥ ഞാൻ പൂർത്തീകരിച്ചിട്ട് പ്രസംഗത്തിലേക്ക് കടന്നു വരാം. എന്താ സംഭവിച്ചത് പ്രിയമുള്ളവരെ? ദാവീദ് രാജാവും സംഘവും അവിടുന്ന് ജീവനോട് ഓടി എന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോ അബ്ശാലോമിന്റെ സൈന്യാധിപനായിരുന്ന ആഹിഥോഫേൽ എന്ന് പറയുന്ന ആള് ദാവീദ് അബ്ശാലോമോട് ഒരു കാര്യം പറയുന്നുണ്ട്. വളരെ അർത്ഥവത്തായിട്ടുള്ള ഒരു കാര്യം.
മറ്റൊന്നുമല്ല, ഇപ്പോൾ അധൈര്യപ്പെട്ടിരിക്കുന്ന ദാവീദിനെയും സംഘത്തെയും 17 അധ്യായം 1 വാക്യം, ക്ഷീണിച്ചും അധൈര്യപ്പെട്ടും ഇരിക്കുന്ന ദാവീദിനെയും സംഘത്തെയും ഞങ്ങൾ ചെന്ന് പരിഭ്രമിച്ച് എല്ലാ ജനങ്ങളെ ഓടിക്കാം, അപ്പനെ മാത്രം, ദാവീദിനെ മാത്രം വെട്ടിക്കളയാം. ഉപദേശം കൊടുക്കുന്നത് അബ്ശാലോമിന്റെ സൈന്യാധിപനായ അഹീഥോഫെൽ. തന്റെ രാജാവാകാൻ സ്വപ്നങ്ങൾ എടുക്കുന്ന അബ്ശാലോം പറയാണ്, ഞങ്ങളുടെ കാര്യം ചെയ്യാം, ദാവീദിനെ മാത്രം ഞങ്ങൾ വെട്ടിക്കളയാം, ബാക്കിയുള്ളവരെല്ലാം ഞങ്ങൾ ചിതറി ഓടിച്ച് പല വഴിക്കാട്ട് ഓടിക്കാം. അബ്ശാലോം രാജകുമാരൻ അതങ്ങ് ഇഷ്ടപ്പെട്ടു. കാരണം മകന്റെ മുന്നിൽ ഒരൊറ്റ ശത്രുവേ ഉള്ളൂ. ആരാണ്? അപ്പൻ മാത്രം. അവന് അതിന് അനുവാദം കൊടുത്തു. അതേപോലെ തന്നെ 18 അധ്യായം 3 വാക്യത്തിൽ ദാവീദിന്റെ സൈന്യാധിപന്മാരായിരുന്ന യോവാബ്, സെരൂയ, അബിശായി എന്ന് പറയുന്നവര് വന്നിട്ട് ദാവീദിനോട് പറയുന്നു, നിങ്ങൾ ഇവിടെ ഇരിക്കുക, രാജാവ് ഇവിടെ വിശ്രമിക്കുക, ഞങ്ങൾ പോയി യുദ്ധം ചെയ്യാം. ദാവീദ് പറഞ്ഞില്ല, ഞാൻ നിങ്ങൾക്ക് സൈന്യത്തിന്റെ തലവനായിട്ട് വരാം. അപ്പൊ അവര് പറഞ്ഞു, വേണ്ട രാജാവേ, അങ്ങ് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയില്ല, ഞങ്ങൾ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അതിന് ഛേദമില്ല. അതിനുശേഷം ഈ അവസ്ഥയിൽ ഈ പ്രിയപ്പെട്ട പിതാവ് ദാവീദ് തന്റെ സൈന്യത്തിലെ നേതാക്കന്മാരോട് പറഞ്ഞൊരു വാചകമുണ്ട്. വിശുദ്ധ വേദപുസ്തകത്തിലെ ഏറ്റവും സ്നേഹാർദ്രമായ ഒരു പിതാവിന്റെ ഉപദേശം എന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ഒരു വാക്യമുണ്ട്. യുദ്ധത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കുമ്പോൾ അബ്ശാലോം രാജകുമാരനോട് എന്നെ ഓർത്ത് കനിവോടെ പെരുമാറുക. അങ്ങേ സൈഡിൽ ഒരു നാണയത്തിന്റെ ഒരു ഭാഗം പോലെ അബ്ശാലോം അഹീഥോഫെലിനോട് പറയുന്നു, എന്റെ അപ്പനെ മാത്രം വെട്ടിക്കളയുക. നാണയത്തിന്റെ മറുവശം ഇവിടെ പറയാണ്, എന്റെ മകനെ നിങ്ങൾ ഒന്നും ചെയ്യരുത്. കനിവോടെ പെരുമാറുക എന്നൊരു വാക്കാണ് മലയാളം വേഴ്സിൽ കൊടുക്കുന്നത്. നിങ്ങൾ എന്നെ ഓർത്ത് എന്റെ പ്രിയപ്പെട്ട മകനോട് കനിവോടെ പെരുമാറുക. യുദ്ധം കൊടുമ്പിരി കൊണ്ട് മുന്നോട്ട് പോവുകയാണ്. അഹീഥോഫെലിന്റെ സൈന്യവും അതുപോലെ തന്നെ ഈ യോവാബിന്റെ സൈന്യവും തമ്മിൽ രൂക്ഷമായ യുദ്ധം നടക്കുകയാണ്. അബ്ശാലോമിന്റെ സൈന്യത്തിലെ എല്ലാവരും പട്ട് വീഴുകയാണ്. അബ്ശാലോമിന് മനസ്സിലായി തനിക്ക് രക്ഷയില്ല എന്ന്. അദ്ദേഹം ജീവനും കൊണ്ട് ഓടുകയാണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തന്റെ പിതാവ് എന്തവസ്ഥയിലാണോ രാജകൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങി ഓടി മരുഭൂമിയുടെ അനുഭവത്തിലേക്ക് വന്നത്, അതേ അവസ്ഥയിൽ പ്രിയപ്പെട്ട മകനും എത്തിയിട്ട് ജീവനും കൊണ്ട് ഓടുകയാണ്. പക്ഷേ കഴുതപ്പുറത്തുകാർ രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ സൗന്ദര്യത്തിന്റെ ലക്ഷണമായിരുന്ന എന്തായിരുന്നു? മുടി. നമ്മൾ മുകളിലോട്ട് മുടി ഇങ്ങനെ കെട്ടിവെച്ച് വലിയ ആയുധവാഹിയായിട്ട് അബ്ശാലോം മുന്നോട്ട് പോകുമ്പോ, ഒരു കഴുതപ്പുറത്ത് കയറി പോകുമ്പോൾ എന്ത് സംഭവിച്ചു പ്രിയമുള്ളവരെ? കരുവേലകം എന്ന് പറഞ്ഞ ആലുപോലെ പരന്ന് പന്തലിച്ച് കിടക്കുന്ന ഒരു മരത്തിന്റെ വൃക്ഷത്തിന്റെ കമ്പിൽ അബ്ശാലോമിന്റെ തലമുടി അങ്ങ് കുരുങ്ങി. കഴുത നോക്കിയപ്പോ തന്റെ പുറത്തിരുന്ന ആളെ കാണാൻ ഇല്ല, കഴുത അങ്ങ് പോയി. യോവാബിന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു കൊച്ചു പട്ടാളക്കാരൻ വന്ന് യോവാബിനോട് പറഞ്ഞു, ദേ അബ്ശാലോം അവിടെ ഒരു മരത്തിൽ തൂങ്ങി കിടക്കുന്നു. അപ്പൊ യോവാബ് ചോദിക്കുന്നുണ്ട്, നീ എന്തുകൊണ്ട് അവനൊന്നും ചെയ്തില്ല? ആ കൊച്ചു പട്ടാളക്കാരൻ കൊടുക്കുന്ന മറുപടിയുണ്ട്, നമ്മുടെ പിതാവായ ദാവീദ് രാജാവ് പറഞ്ഞില്ലേ, എന്റെ മകനോട് നിങ്ങൾ കനിവോടെ പെരുമാറണമെന്ന്, അതുകൊണ്ട് ഞാൻ ഒന്നും ചെയ്തില്ല. പക്ഷേ അപ്പനും മകനും ഒക്കെ ഭവനത്തിൽ, യുദ്ധകളത്തിൽ ശത്രുക്കൾ മാത്രമേ ഉള്ളൂ. യോവാബ് എന്തു ചെയ്തു എന്നറിയാമോ? പാഞ്ഞു വന്ന് കരുവേലത്തിൽ തൂങ്ങിക്കിടക്കുന്ന അബ്ശാലോമിനെ കുന്തം കൊണ്ട് കുത്തി കൊന്നു. കുറെ അവിടെ ഉണ്ടായിരുന്ന കൊച്ചു പട്ടാളം കൂടെ അവനെ ആവശ്യത്തിന് പെരുമാറിച്ച് മരിച്ചു പോയി. 18 അധ്യായം 17 വാക്കിൽ ഒരു കഥയുടെ പറയുന്നുണ്ട്. അവിടെ ആ വനത്തിൽ ഒരു കുഴിയെടുത്തിട്ട് ദാവീദ് രാജാവിന്റെ രാജകുമാരനെ, എല്ലാ രാജകീയ പ്രൗഢിയോടുകൂടി അടക്കേണ്ട രാജകുമാരനെ
എന്ത് ചെയ്തു? ഒരു കുഴിയിൽ കുഴിച്ചിട്ടു, അതിന്റെ മണ്ണിക്ക് മണ്ണിട്ടു. എന്നിട്ട് പറയാണ് കല്ലുകൾ പറക്കി വെച്ചു. ഞങ്ങളുടെയൊക്കെ നാട്ടില് ഈ എലിയൊക്കെ ചാവുകയാണെങ്കിൽ എന്ത് ചെയ്യും? ചെറിയ കുഴി എടുത്തിട്ട് മണ്ണിട്ടുണ്ട്, മണ്ടയ്ക്ക് കല്ല് പറക്കി വെക്കും. ആ കുഞ്ഞുങ്ങൾ പോയാ അവർ രക്ഷപ്പെട്ടു. എന്തിനാ കല്ല് പറക്കി വെക്കുന്നത്? എലി ചാടി പോകാതിരിക്കാനാണോ? അല്ല, മറ്റ് ജീവി ഒന്നും വന്ന് മാന്താതിരിക്കാൻ. ഈ 2 ശമൂവേലിന്റെ പുസ്തകം 18-ാം അധ്യായം 17-ാം വാക്യത്തിൽ പറയാണ്, ഇത്രയും വലിയൊരു കൽക്കൂമ്പാരം ഇസ്രായേലിൽ പോലും കണ്ടിട്ടില്ല. അടി കിടക്കുന്നത് ആരാ? രാജകുമാരൻ. സംഭവ കഥ ഇവിടെ അവസാനിച്ചു. ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടന്നു വരാം. പേടിക്കണ്ട, അച്ഛൻ പറഞ്ഞ സമയത്ത് അവസാനിപ്പിക്കും. ബാക്ക്ഗ്രൗണ്ട് തീർന്നു. എവിടെയാണ് അബ്ശാലോമിന് പരാജയപ്പെട്ടത്? അബ്ശാലോമിന് പരാജയപ്പെട്ട എവിടെയാണ്? ഒന്ന്, അബ്ശാലോമിന് പരാജയം സംഭവിച്ചത് ഒന്നാമത്തെ പോയിന്റ് എവിടെയാന്ന് ചോദിച്ചാൽ, എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി. ഇസ്രായേൽ ജനതയ്ക്ക് ദാവീദ് രാജാവുള്ള ബന്ധവും മനസ്സിലാക്കി. എല്ലാ ഇസ്രായേൽക്കാരുടെയും മനസ്സിൽ ദാവീദ് രാജാവ് ഉണ്ടെന്ന് സത്യം മനസ്സിലാക്കി. പക്ഷേ ദാവീദ് രാജാവും യഹോവയും തമ്മിലുള്ള ബന്ധം മറന്നുപോയി. ദാവീദ് രാജാവും യഹോവയും തമ്മിലുള്ള ബന്ധം മറന്നുപോയി. ഇന്ന് 2026 കൂടി കടന്നു പോകുന്ന പ്രിയമുള്ളവരെ, ചുമ്മാതെ ഒന്ന് ചിന്തിച്ചു നോക്കാം. ഒരു 15 വർഷം മുമ്പുള്ള ആത്മീയത എനിക്കോ നിങ്ങൾക്കോ ഉണ്ടെന്ന് ധൈര്യമായിട്ട് പറയാൻ സാധിക്കുമോ? ഒരു 40 വർഷം മുമ്പ്, വളരെ പ്രായമുള്ള ആൾക്കാർ ഇരിപ്പുണ്ട്, ഒരു 10-60 വർഷം മുമ്പുള്ള വിശ്വാസമോ ആത്മീയതയോ ഇന്നുണ്ടെന്ന് പറയാൻ കഴിയുമോ? വിശുദ്ധമായ കുർബാന പടിഞ്ഞാറോട്ട് എഴുന്നേൽക്കുന്ന സമയത്ത് ചങ്കിൽ കൈവച്ച് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന കുറെ അമ്മമാരുടെ ഉണ്ടായിരുന്നു. തങ്ങളുടെ പ്രയാസങ്ങൾ ഇറക്കി വെച്ച് പ്രാർത്ഥിക്കുന്ന കുറെ അപ്പച്ചന്മാരുണ്ടായിരുന്നു. ബുദ്ധിമുട്ടുണ്ടായിരുന്നു, പട്ടിണി ഉണ്ടായിരുന്നു, വേദന ഉണ്ടായിരുന്നു. ഇന്നോ ആരെയാണ് കുറ്റം പറയേണ്ടത്? ഒരു 50 വയസ്സിന് മുകളിൽ പ്രായമുള്ള എൻ്റെ മുന്നിലിരിക്കുന്ന പ്രിയപ്പെട്ടവരോടെല്ലാം ചോദിക്കട്ടെ ഞാൻ, നിങ്ങളുടെയൊക്കെ അപ്പച്ചന്മാരുടെ ജീവിതം എപ്രകാരമായിരുന്നു? മുണ്ട് മുറുക്കി ഉടുത്ത് ചോറ് പാത്രത്തിലെ വറ്റ്, ഉള്ള ചോറ് കുഞ്ഞുങ്ങൾക്ക് കൊടുത്തിട്ട് കഞ്ഞിവെള്ളം മാത്രം കുടിച്ചുകൊണ്ട് കിടക്കുന്ന അമ്മമാര് നമുക്കില്ലായിരുന്നോ? അന്ന് അമ്മമാര് പറയുന്നൊരു കള്ളമുണ്ട്. എന്താ? അമ്മയ്ക്ക് വിശപ്പില്ല മക്കളെ. എന്താ അമ്മ ചോറ് കഴിക്കാത്ത ചോദിക്കുമ്പോ ഒരു തരി ചോറ് പോലും ചോറ് കലത്തിൽ ഇല്ല എന്ന് മനസ്സിലാക്കുന്ന അമ്മ പറയുന്നൊരു വാചകമുണ്ട്. എന്താണ്? അമ്മയ്ക്ക് വിശപ്പില്ല മോനെ. കഞ്ഞിവെള്ളം മാത്രം കുടിച്ച് സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങുന്ന അമ്മമാർക്ക് ഉറക്കം വരാഴികയില്ലായിരുന്നു, കട്ടിൽ കണ്ടാൽ മതിയായിരുന്നു. കാരണം പ്രയാസങ്ങളുടെയും പ്രതിസന്ധികളുടെയും അനുഭവത്തിൽ കൂടി കടന്നുവർ തലമുറ നമുക്കുണ്ടായിരുന്നു. അന്ന് ഒരു കപ്പ, ഇവിടെ കപ്പ എന്നല്ലേ പറയുന്നേ? അന്നല്ലോ, ഒരു കപ്പ എടുത്ത് ചുട്ടാൽ 5ഉം 7ഉം മക്കള് തുല്യമായിട്ട് മുറിക്കുമായിരുന്നു. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഇരിക്കുന്ന അമ്മമാരുടെ, നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ 3 കുഞ്ഞുങ്ങളെ പോട്ടെ, 2 കുഞ്ഞുങ്ങളാണെങ്കിൽ കടയിൽ കയറി ഒരു സാധനം വാങ്ങിക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? ഇല്ല. 2 പേർക്കും 2 വാങ്ങിച്ചേ പറ്റൂ. ശരിയല്ലേ? അച്ഛാ, കുഞ്ഞ് രാവിലെ ഒന്നും കഴിക്കത്തില്ല, നൂഡിൽസ് മാത്രമേ കഴിക്കത്തുള്ളൂ. കൊടുത്തോളൂ. അച്ഛാ, കൊച്ചു TV ഇല്ലെങ്കിൽ അവൻ കഴിക്കത്തില്ല. 21 വർഷമായി ഞാൻ വൈദികനായിട്ട്. എൻ്റെ മൂത്ത മകൾക്ക് 21 വയസ്സുണ്ട്. ഇഷ്ടംപോലെ ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ പട്ടമേക്കുന്ന 21 വർഷം മുമ്പുള്ള ആത്മീയത ഒന്നും അല്ല ഇന്നത്തെ അവസ്ഥ, എനിക്കറിയാം. എന്താ പ്രിയമുള്ളവരെ, ഞാൻ ആരെയും കുറ്റം പറയല്ല പ്രിയമുള്ളവരെ. എവിടെയാ? ഇന്നലെ കഴിഞ്ഞ 2 ദിവസമായിട്ട് നമ്മൾ TV കണ്ടു. അപ്പൻ മൊബൈല് വാങ്ങിച്ച് വെച്ചതിന്റെ പേരിൽ ഒരു മകൻ കാശിക്ക് പോവുകയാണെന്ന് പറഞ്ഞ് പോയി. അവനെ കിട്ടിയോ? ഞാൻ പത്രം കിട്ടിയോ എനിക്കറിയില്ല, ഞാൻ പിന്നെ ന്യൂസ് കണ്ടില്ല. 3 ദിവസം മുമ്പ് 2 ദിവസം മുമ്പ് TV എഴുതി കാണിച്ച ന്യൂസാണ്. മകനോട് മൊബൈല് വാങ്ങിച്ച് വെച്ചതിന്റെ പേരിൽ ഞാൻ കാശിക്ക് പോവുകയാണെന്ന് പറഞ്ഞ് ഇറങ്ങി അവൻ പോയി. അവർ തപ്പിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. എന്തോരും നമ്മുടെ കുഞ്ഞുങ്ങൾ അപ്പനും അമ്മയും വഴക്കു പറയുന്നതിന്റെ പേരിൽ, മൊബൈൽ വാങ്ങിച്ചു വെച്ചതിന്റെ പേരിൽ, ഗെയിം ഓഫ് ചെയ്തതിന്റെ പേരിൽ ആത്മഹത്യ ചെയ്യുന്നു. പ്രിയമുള്ളവരെ, ചിന്തിക്കണം, ഈ ലോകം എങ്ങോട്ടാ പോകുന്നത്? പണ്ടൊക്കെ സാർമാരുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക, അധ്യാപകരുണ്ടെങ്കിൽ ക്ഷമിക്കുക,
1989 SLC എഴുതിയ മനുഷ്യനാണ് ഞാൻ. ഇഷ്ടം പോലെ കിട്ടിയിട്ടുണ്ട് ഈ കയ്യിൽ. ഉണ്ടല്ലോ. വീട്ടിൽ പോയി പറയാൻ നോക്കൂ. പറഞ്ഞാൽ അപ്പൻ്റെ നിന്ന് വേറെയും കിട്ടുമായിരുന്നു. കാപ്പിക്കമ്പിന്റെ ചൂട് എന്താണെന്ന് അറിഞ്ഞിട്ടുണ്ട് നല്ലതുപോലെ. ഇപ്പോഴോ സ്കൂളിൽ ടീച്ചർ അടിച്ചു കഴിഞ്ഞാൽ അപ്പം വന്ന് ടീച്ചറെ അടിക്കുന്ന അവസ്ഥയാണ്. എൻ്റെ വൈഫും ഒരു പ്രൈവറ്റ് സ്കൂളിൽ അധ്യാപികയാണ്. ഇഷ്ടംപോലെ കഥകൾ പറയും. ടീച്ചർ സൂക്ഷിച്ചു നോക്കി, കുഞ്ഞിന് മനസ്സിൽ വിടനമായി പോയി. ചിലപ്പം തോന്നി, എൻ്റെ പൊന്നെ ഇതെങ്ങോട്ടാ പോകുന്നേ. വടി. ഞാനൊരു സത്യം പറയാം പ്രിയമുള്ള, നിങ്ങൾ ആരും എന്നോടൊന്നും പറയരുത്. ഈ സമൂഹം ഇത്രയും, ഈ തലമുറ ഇത്രയും അധപ്പതിക്കാനുള്ള കാരണം എന്താന്ന് ചോദിച്ചാൽ, ഇനി ബാലശേഷ കമ്മിറ്റി ഇവരോട് കേസ് കൊടുത്തതിനകത്താവും. അത് മാനസിക പീഡനം അച്ഛൻ നിയമത്തിനെതിരെ. പക്ഷെ ഞാനൊരു സത്യം പറയട്ടെ, എന്ന് നമ്മുടെ സ്കൂളിൽ നിന്ന് വടി ഇറങ്ങിപ്പോയോ അന്ന് നമ്മുടെ തലമുറ വഴിതെറ്റി തുടങ്ങി. എന്ന് പവനങ്ങളിൽ നിന്ന് വടി ഇറങ്ങിപ്പോയോ ബാക്കി നിങ്ങൾ പൂരിപ്പിച്ചോ. ഇഷ്ടം പോലെ കിട്ടിയിട്ടില്ലേ? തിരിച്ചു വല്ലതും പറയുമായിരുന്നു. പറഞ്ഞാലോ എവിടൊക്കെ കിട്ടും ചോദിക്കാം. അടിങ്ങോട്ട് ഓടിയിട്ടുണ്ട്. ഇരിക്കാൻ വയ്യാന്നിട്ട് എന്തോരം മേനെടുത്തിട്ടുണ്ട്. ഒറ്റ മുടിഞ്ഞു പോയിട്ടുണ്ടോ? ഇല്ല പ്രിയമുള്ളവരെ. തല്ല് കിട്ടി വളർന്ന ഒരു തലമുറയും പോയിട്ടില്ല. നിങ്ങളുടെ അമ്മമാർ ഞാൻ പറയട്ടെ, കൊച്ചിനെ വഴക്ക് പറഞ്ഞു, കൊച്ചിനെ അതിനെ സൂക്ഷിച്ച് നോക്കിയെന്ന് പറഞ്ഞ് പൊക്കി പിടിച്ചോണ്ട് അങ്ങോട്ട് സ്കൂളിൽ ചെല്ലുമ്പോൾ ഓർത്തോണം, നാളെ ഈ കൊച്ചിൻ നിന്നെ പൊക്കി പിടിച്ച വല്ല വ്യത്യാസത്തിലാക്കും. സംശയമൊന്നും വേണ്ട. ഇത് കൊച്ചിനെ തല്ലി കഴിഞ്ഞാ ടീച്ചർ ഭയങ്കര പ്രശ്നമാണ്. അത് വാട്സപ്പിൽ ഫോട്ടോ ഇടുന്നു, ഫേസ്ബുക്കിൽ ഫോട്ടോ ഇടുന്നു. ആ കൊച്ചിന് സന്തോഷം. ഞാൻ രണ്ട് പറഞ്ഞപ്പോ ആ മിസ്സിന്റെ മുഖം ഒന്ന് കാണണമായിരുന്നു. എന്തൊരു സന്തോഷം കൊച്ചിന്റെ ഉള്ളിൽ. സന്തോഷം കൊടുക്കട്ടെ. പ്രിയമുള്ളവരെ, ആരെയും കുറ്റം പറഞ്ഞല്ല. വടിയെ സ്നേഹിക്കുന്ന മാതാപിതാക്കൾ തങ്ങളുടെ മക്കളെ സ്നേഹിക്കുന്നു. അടി കിട്ടിയതിന്റെ ഒക്കെ ഗുണമാണ് നിങ്ങളുടെ മുന്നിൽ കറുത്തൂപ്പായിട്ട് നിൽക്കുന്നത്. അല്ലെ എന്നേ വഴിതെറ്റി പോയത്. ഒരു സംശയമില്ല. ഇപ്പോഴും പഠിപ്പിച്ച അധ്യാപകർ നല്ല ശതമാനം ദൈവസേന ചേർക്കപ്പെട്ടെങ്കിലും ഇപ്പോഴും അധ്യാപകരെ കാണുമ്പം അറിയാതെ ഉള്ളിലുണ്ടാകുന്നൊരു ഭയമുണ്ട്. ഞാൻ ഇഷ്ടം പോലെ പ്രസംഗിക്കാൻ പോണ്ട്. പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഞാനൊരു 15 സംഘത്തിന് മുന്നിൽ ഒന്ന് പ്രസംഗിക്കാൻ പോയി. ഇപ്പോഴും എൻ്റെ വിറയില് മാറിയിട്ടില്ല. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്, 1 വർഷം മുമ്പ്. മറ്റൊന്നുകൊണ്ടുമല്ല, ഞാൻ പഠിച്ച വടശ്ശേരിക്കര ഹൈസ്കൂളിലെ റിട്ടയർ ആയ അധ്യാപകരുടെ ഒരു പ്രസ്ഥാനമുണ്ട് അവിടെ. അതിലൊരു റിട്ടയർ അധ്യാപകൻ എൻ്റെ ഇടവക്കാരനാണ്. എന്നോട് പറഞ്ഞു, അച്ഛാ ഞങ്ങളുടെ ഒരു മീറ്റിംഗ് ഉണ്ട്, ഒരു 15 രൂപ മെസ്സേജ് കൊടുക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ സാറേ എന്ന് പറഞ്ഞു. സത്യം പറഞ്ഞ പിന്നീട് ഞാൻ ദൈവമേ ഞാൻ ആരോടാ പറയാൻ പോന്നു. 15 മിനിറ്റ് എനിക്ക് അനുവാദമുള്ളൂ. ഞാൻ ആ സ്കൂളിൽ 89 ഇറങ്ങിയതാ. ഇതിപ്പോ 2025 ഞാൻ പ്രസംഗിക്കാൻ പോകുന്നത്. ഞാൻ ആത്മാർത്ഥത പറയട്ടെ, എനിക്ക് ആ അധ്യാപകരുടെ മുന്നിൽ ഞാൻ നോക്കുമ്പോ എന്നെ പഠിപ്പിച്ച അധ്യാപകർ അന്നെല്ലാരും കറുത്ത് മുടിയാതിന്നെല്ലാം നരച്ച് എല്ലാരും അതുപോലൊക്കെ ഇരിക്കുകയാണ്. ഞാൻ ആ റൂമിനെ കയറി ചെല്ലുമ്പോ അന്ന് എനിക്കിട്ട് പൊട്ടിച്ച ടീച്ചർമാരൊക്കെ അവിടെ ഇരിപ്പുണ്ട്. എന്റെ മനസ്സിലുണ്ടായ ഒരു ഭയം, അത് വാക്കുകൾ കൊണ്ട് പറയാനോ ഒരു ഗൂഗിൾ തപ്പലും കിട്ടത്തില്ല പ്രിയമുള്ളവരെ. അത്രമാത്രം എന്തൊക്കെയാ ഞാൻ അവിടെ പറഞ്ഞു പഠിപ്പിച്ചത് എനിക്കൊന്നും അറിയത്തില്ല. ഞാൻ ഒരു കണക്കിന് അവിടെ നിന്നില്ല, 1.5 മണിക്കൂറൊക്കെ ഞാൻ പറഞ്ഞു. പക്ഷേ ആ 15 മിനിറ്റ് എന്റെ ഗുരുക്കന്മാരുടെ മുന്നിൽ നിന്നപ്പോ എനിക്കുണ്ടായ ഒരു ഉൾഭയമുണ്ട് പ്രിയമുള്ളവരെ. കാരണം ഒരു കാലത്ത് എന്നെ നല്ലതുപോലെ ശിക്ഷിച്ചതുകൊണ്ടും നല്ലതുപോലെ എംബോസിഷൻ തന്നതുകൊണ്ടും നല്ലതുപോലെ പഠിപ്പിച്ചതുകൊണ്ടാണ് ഞാനൊന്ന് വഴിതെറ്റിപ്പോ നിൽക്കുന്ന പൂർണ്ണ ബോധ്യം എനിക്കുണ്ട്. അതിൽ ഇന്നലെ ജീവിച്ച അധ്യാപകർക്ക് അഭിമാനിക്കാം. ഗുരു ഇരുട്ടിനെ അകറ്റുന്നവനാണ്, വെളിച്ചത്തെ കാത്തു കൊടുക്കുന്നവനാണ്. അവർക്ക് അഭിമാനിക്കാം. ഓരോ അധ്യാപനം അഭിമാനിക്കാം. ഞാൻ പഠിപ്പിച്ച എന്റെ കുഞ്ഞുങ്ങൾ തെറ്റിപ്പോട്ടില്ല. ഇന്ന് അധ്യാപനം നേരെ കഴിച്ചുകൊണ്ടുന്ന സംസ്കാരത്തിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞു. LKG പഠിക്കുന്ന ടീച്ചർ കൊച്ചു വാട്ട് ഇസ് ദിസ് ചോദിക്കുന്ന ടീച്ചറിന്റെ മുഖത്തെ കഴിച്ചുകൊണ്ടുന്ന ഒരു കൾച്ചറിലേക്ക് നമ്മൾ എത്തി. അതിന് ഫുൾ സപ്പോർട്ടായിട്ട് പേരൻസ്. ക്ഷമിക്കുക, ക്ഷമാപണത്തോട് തന്നെ ഞാനീ പറയുന്നു. എവിടെ പോയി നിൽക്കും നമ്മുടെ കുഞ്ഞുങ്ങൾ? ഇതുകൊണ്ടാണ് പ്രിയമുള്ളവരെ, ചെറിയ ഒരു വഴക്ക് പറയുമ്പോഴാണ് നമ്മുടെ കൊച്ചുങ്ങൾ കാറത്തൂങ്ങാൻ പോകുന്നത്. എന്തിന് പ്രയാസമുണ്ടാകുമ്പോൾ എനിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞ് ഇന്ന് പിള്ളേർക്ക് തന്നെ ഹൈപ്പവറാണ്. ഹൈപ്പർ എന്താ? കിട്ടുന്ന പാത്രമൊക്കെ എടുത്തങ്ങ് എറിയുക, മൊബൈലൊക്കെ തല്ലിപ്പൊട്ടിക്കുക. പണ്ട് കാപ്പിക്കമ്പോട് ഇരിപ്പുണ്ടായിരുന്നെങ്കിൽ ഇവൻ എറിയുമോ? ധൈര്യം ഉണ്ടോ എറിയാൻ? ഞാൻ പ്രായം ചോദിക്കണം, ആർക്കും ധൈര്യം ഉണ്ടായിരുന്നു? കിട്ടുമെന്ന് അറിയാമായിരുന്നു. അത് എവിടാന്നില്ല, അപ്പൻ അടിക്കുന്നത് തൂക്കുകൊണ്ട് പോകത്തേ ഉള്ളായിരുന്നു. കാലം മാറി, അതിലെ പ്രശ്നങ്ങളുണ്ട്.
ഇത് കണ്ടുകൊണ്ടാണ് 2000 വർഷങ്ങൾക്ക് മുമ്പ് ആ ഗോകുലത്താടി വരുന്ന ശബ്ദം മുഴുവൻ കേട്ടത്. എന്താ അറിയാമോ? നിങ്ങൾ എനിക്ക് വേണ്ടി, സിയോൻ പുത്രിമാരെ, നിങ്ങൾ എനിക്ക് വേണ്ടി കരയണ്ട. നിങ്ങൾ നിങ്ങളുടെ മക്കളെ ഓർത്ത് കരയുകയും. എന്താ പ്രിയമുള്ളവരെ, അമ്മയുടെ ജീവിതം, മർത്തസ്മയുടെ ജീവിതം എന്താ? ഞാൻ അതിന്റെ പാഠങ്ങൾ പഠിച്ച് മുന്നോട്ട് പോയപ്പം സത്യം പറഞ്ഞ, എന്തുകൊണ്ട് കർത്താവേ ഞാനിതുവരെ പഠിച്ചില്ല ഈ അമ്മയുടെ ജീവിതം എന്നോട് തന്നെ ചോദിക്കുന്ന അനുഭവമായിരുന്നു. സ്വന്തം മക്കൾ രക്തസാക്ഷികളാണെന്ന് കണ്ടുകൊണ്ട് നിന്ന വലിയൊരു അമ്മയല്ലേ BC 2-ാം നൂറ്റാണ്ട് ജീവിച്ചിരുന്ന ആ അമ്മയുടെ പാതാരത്തിൽ നിന്ന് നമുക്ക് സ്വയം സമർപ്പിച്ച് മധ്യസ്ഥ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കരയാം. ഇന്നത്തെ സമൂഹത്തിൽ ഇല്ലാത്തൊരു കുഴപ്പമാണ്. 12 മണിക്കും 2 മണി വരെ കിടന്നുറങ്ങാതെ റീല് കണ്ടുകൊണ്ടിരിക്കുന്ന 35-കാരി 45-കാരി 55-കാരി അമ്മച്ചി. ഭയങ്കര ക്ഷീണമാച്ചാ രാവിലെ. കുർബാനയ്ക്ക് വരുന്നത് നിങ്ങൾ സമാധാനത്തോടെ പോകുവീൻ. അയ്യോ, അമ്മച്ചിയുടെ വരെ കണ്ടു കഴിഞ്ഞാൽ സങ്കടം തോന്നുന്നു. അച്ഛൻ എന്തിനാ നേരത്തെ തുടങ്ങി? അമ്മച്ചി കിടന്ന് എത്ര മണിക്കാ? 2 o'clock ഉറങ്ങിപ്പോയച്ചാ. ഞാനിപ്പോ ആരോടും സത്യത്തിൽ ഞാൻ ചോദിക്കത്തില്ല എന്താ നിങ്ങൾ താമസം. എനിക്കറിയാം അമ്മച്ചി താമസം 2 മണി റീലുണ്ടോണ്ടിരിക്കുക. മാറ്റങ്ങൾ ആവശ്യമാണ് പ്രിയമുള്ളവരെ. ഇവിടെ ഒന്നാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ, അബ്ശാലോം രാജകുമാരനെ പറ്റി ഒന്നാമത്തെ പരാജയം, ദൈവവും ദാവീദും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് അബ്ശാലോം മനസ്സിലാക്കിയില്ല. ജനവും ദാവീദും തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കിക്കൊണ്ടാണ് കുരുട്ടുബുദ്ധി കാണിച്ച് രാജകൊട്ടാരത്തിന്റെ മുകളിലേക്ക് പോയി നിന്ന് ജനങ്ങളെ തന്റെ ഭാഗത്തേക്ക് ആക്കി മാറ്റിയത്. പക്ഷെ ദൈവത്തിന്റെ പിന്തുണ അവന് ലഭിച്ചതല്ല. നമുക്കൊരു പാട്ട് പാടാം. എൻ്റെ യേശു എനിക്കു നല്ലവൻ, എൺപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞു ദൈവവും ദാവീദും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് അബ്ശാലോമിന് മനസ്സിലാക്കാതെ വന്നു. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു രാജാവാണെങ്കിലും ദാവീദ് രാജാവിന്റെ ഭക്തിയെക്കുറിച്ച് അവന് മനസ്സിലാക്കാൻ സാധിക്കാതെ പോയി. ഒന്നുകൂടി പറഞ്ഞാൽ, സങ്കീർത്തനത്തെ പറയുന്നു, ഞാൻ രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും സങ്കടം ബോധിപ്പിച്ച് കരയും, എൻ്റെ പ്രാർത്ഥന എൻ്റെ ദൈവം കേൾക്കും. ഉറപ്പ് പറയുകയാണ്. ഇന്നത്തെ പ്രാർത്ഥനയ്ക്ക് എന്താ പ്രിയമുള്ളൊരു പ്രശ്നം? ഇപ്പൊ നമ്മൾ രാവിലെ മൊബൈൽ ഫോൺ ഓൺ ആയി കഴിഞ്ഞാൽ ഇഷ്ടംപോലെ മെസ്സേജുകൾ വരുന്നുണ്ട്, പ്രസംഗങ്ങൾ ഇഷ്ടംപോലെ വരുന്നുണ്ട്, പാട്ടുകൾ വരുന്നുണ്ട്. നമുക്കൊരു കുറവുമില്ല. രാവിലെ നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഞായറാഴ്ച പള്ളിയിൽ പോയാലും കുഴപ്പമില്ല, പരിമലപ്പള്ളിയുടെ കുർബാന നമുക്ക് എവിടെ നിന്ന് കാണാം, സന്തോഷമാണ്. പുതുപ്പള്ളിയിലെ പെരുന്നാൾ കാണാം. ഇതൊന്നും കാണണ്ടെന്നല്ല ഞാൻ പറഞ്ഞു. പക്ഷേ പൂർവ്വപിതാക്കന്മാരുടെ ചരിത്രം ഒന്ന് നോക്കുമ്പോൾ, ഒരു 10-40 വർഷം അല്ലെ 50 വർഷം മുമ്പ് ജീവിച്ചിരുന്ന അമ്മച്ചിമാരൊക്കെ രാവിലേക്ക് പള്ളിയിലേക്ക്, ഞാനിപ്പോഴുള്ള ചരിത്രം ഇത്ര നൂറ്റാണ്ട് പഴക്കമുള്ള പള്ളിയല്ലേ പ്രിയമുള്ളവരെ. പണ്ടത്തെ അമ്മച്ചിമാര് രാവിലെ എണീറ്റ് ഒരുങ്ങി കുടിയെ കഴിഞ്ഞ് അല്പം ചിരട്ടക്കരിയും എടുത്ത്, അല്ലെങ്കിൽ ഒരു ചെറിയ കുപ്പയ്ക്കകത്ത് അല്പം എണ്ണയും എടുത്ത്, ഒന്നുമില്ലെങ്കിൽ അല്പം നിലവിളക്കിൽ കത്തിക്കാനുള്ള ഒരു തിരിയും എടുത്ത് ഒരു വരവുണ്ടായിരുന്നു. പള്ളിയുടെ മുറ്റത്ത് വാഹനം വരത്തില്ലായിരുന്നു. വരുമോ? ഈ പള്ളിയുടെ ചരിത്രം നിങ്ങൾ പരിശോധിച്ച് നോക്കി, എത്ര പതിറ്റാണ്ട് ഇവിടെ ഒരു വാഹനം വരാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ അവർക്കത് മഴ പ്രശ്നമില്ലായിരുന്നു, മുട്ടുവേദന പ്രശ്നമില്ലായിരുന്നു, ഗസ്റ്റ് പ്രശ്നമില്ലായിരുന്നു. ഒറ്റ ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്താണ്? പള്ളിയിൽ പോകുക. ഒരു ഞായറാഴ്ച പള്ളി പോലെ എന്തോ മനപ്രയാസമായിരുന്നു, വേദനയായിരുന്നു. ഇപ്പൊ നമ്മൾ നോക്കുന്നത് എങ്ങനെ ഞായറാഴ്ച പള്ളി പോകാതിരിക്കാം. പള്ളി പോലും എന്താ വെച്ചാൽ കുഴപ്പം? കർത്താവ് കേൾക്കത്തില്ലേ? കോവിഡ് വന്നപ്പോ ഞങ്ങളാണ് പള്ളി പോയി. എന്താ സംഭവിച്ചു? നോക്കുക, ഒന്നും സംഭവിച്ചില്ല, ചുമ്മാ പറയാച്ചാ. ഇഷ്ടംപോലെ ഞങ്ങളിപ്പോ കേൾക്കുന്ന. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇതാണ് നമ്മുടെ
സെമിത്തേരി അല്ലേ? ഇവിടെ വിശ്രമിക്കുന്ന നമ്മുടെ അപ്പച്ചന്മാരും അമ്മച്ചിമാരും മണ്ടന്മാരാ നിങ്ങൾ വിചാരിക്കുന്നത്. പ്രതിസന്ധിയുടെയും പ്രയാസത്തിന്റെയും ദുഃഖത്തിന്റെയും അനുഭവത്തിൽ കൂടി ഞാൻ മുമ്പ് പറഞ്ഞ പോലെ പട്ടിണിയുടെ അനുഭവത്തിൽ എന്റെ തമ്പുരാനെ എന്ന് വിളിച്ചുകൊണ്ട് നെഞ്ചത്തടിച്ച് പ്രാർത്ഥിച്ച ഒരു പറ്റ അപ്പച്ചന്മാരെ അവിടെ കിടക്കുന്നത്. പിതാവാണോ പുത്രനാണോ പരിശുദ്ധനാണോ വലുവെന്ന് അവർക്കറിയില്ല. പക്ഷെ മേളിയിരിക്കുന്ന കക്ഷി വലിയ കക്ഷിയാണെന്നറിയാമായിരുന്നു. പ്രതിസന്ധികൾ വരുമ്പോൾ കണ്ണുനീരൊക്കെ പ്രാർത്ഥിച്ചാൽ അതിന്റെ പ്രതിഫലം കിട്ടുന്നു പൂർണ്ണമായിട്ട് വിശ്വസിച്ചിരുന്നു. ഇപ്പോഴോ വീണ്ടും ഞാൻ ഒന്ന് കുറ്റം പറഞ്ഞോട്ടെ, ക്ഷമിക്കുക. ഇപ്പൊ നമ്മൾ ഓട്ടമാട്ടോ, അങ്ങോട്ട് ഓടുന്നു ഇങ്ങോട്ട് ഓടുന്നു, ആകെ ഓട്ടമാ. മാസവരി നോക്കിയാൽ പള്ളി കുടിശ്ശികയുണ്ട്, എന്നാലും വണ്ടി പിടിച്ച് നമ്മൾ അങ്ങ് ഓടുകയാണ്. അത് എവിടെയാണെന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾ പലരും പലയിടത്തെയും ആരാധകരാണെന്ന് എനിക്കറിയാം, കൃപാസനത്തിലെ ആരാധന എനിക്കറിയാം, പല സ്ഥലങ്ങളിൽ പോകുന്നവരാണ്, ഞാൻ കുറ്റം പറയുന്നില്ല. ഒരു കാര്യം മാത്രം വസ്തുനിഷ്ഠമായി ഈ സന്ധ്യയിൽ ഞാൻ പറയാൻ നിങ്ങളോട് ആഗ്രഹിക്കുന്നു. എന്റെ പ്രിയമുള്ളവരെ, ഈ വിശുദ്ധ ആൾത്താരിൽ നിന്ന്, ഈ വിശുദ്ധ ത്രോണോസിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കാത്ത ഒരു അനുഗ്രഹം ലോകത്ത് നിങ്ങൾ എവിടെ പോയാലും കിട്ടത്തില്ല. വന്യപിതാക്കന്മാർ ഈ വിശുദ്ധമായ ത്രോണോസിൽ നിങ്ങളുടെ പേരുകൾ പറഞ്ഞ് ത്രോണോസിൽ പേരെഴുതി പ്രാർത്ഥിക്കുന്നതിനേക്കാൾ അനുഗ്രഹം. എന്തിനാണ് ഈ ഓട്ടം? ഇവരൊക്കെ ഓടിയവരാണ് ഇവിടെ കിടക്കുന്നത്. അവരാശ്വാസം കണ്ടത് എവിടെ പ്രിയമുള്ളവരെ? ഈ ദേവാലയത്തിനുള്ളിലാണ്. അവിടെ പ്രയാസങ്ങൾ പ്രതിസന്ധി ഇറക്കി വെച്ചത് ഇവിടെയാണ്. കെട്ടിക്കാനുള്ള 6-7 പെങ്കച്ചങ്ങളെ കെട്ടിച്ചത് ഇവിടെ കണ്ണുനീരൊഴുക്കിയിട്ടാണ്. ബുദ്ധിമുട്ടിൽ ജീവിച്ചു, വീട്ടിലാ സമയത്ത് ജീവിച്ചു, മഴയോട് പൊരുതി, വെയിലിനോട് പൊരുതി, കൃഷിയോട് പൊരുതി, കാട്ടുമറകളോട് പൊരുതി ഇവിടെ ജീവിച്ചവർ ഈ ആൾത്താരെ നോക്കിയാണ് പ്രിയമുള്ളവരെ പ്രാർത്ഥിച്ചത്. ഈ വിശുദ്ധമായ ത്രോണോസിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കാത്തൊരു അനുഗ്രഹം ഞാൻ വീണ്ടും പറയുന്നു, ഒരാസനത്തിൽ നിന്നും കിട്ടത്തില്ല. വെറുതെ ഓടുക. ആദ്യം മനസ്സിലാക്കുക, കർത്താവ് അവിടെ ഉണ്ടെന്ന് പറയുമ്പോൾ അങ്ങോട്ട് ഓടും, ഇവിടെ ഉണ്ടെന്ന് പറയുമ്പോൾ അങ്ങോട്ട് ഓടും. എങ്ങും ഓടണ്ട പ്രിയമുള്ളവരെ. ഓരോ ഞായറാഴ്ചയും ഓരോ വിശുദ്ധമായ ദിവസത്തിനും ഈ ത്രോണോസിൽ വീഴുന്ന കണ്ണുനീർ, ഓരോ വൈദികനും നിങ്ങളുടെ പേരെഴുതി പ്രാർത്ഥിക്കുമ്പോൾ എഴുതപ്പെടുന്ന സ്വർഗത്തിലാണെന്ന് മറന്നുപോകരുത്. പൂർണ്ണമായ ഉപവാസത്തോടി പൂർണ്ണ ഒരുക്കത്തോടി ശനിയാഴ്ച വൈകിട്ട് മുതൽ 6 മണി മുതൽ ഒരുങ്ങി നിങ്ങൾക്ക് വേണ്ടി വൈദികർ ഈ ത്രോണോസിൽ കർത്താവിന്റെ തിരിച്ചറിയെടുത്ത് പ്രാർത്ഥിക്കുമ്പോ ഇതിനേക്കാളും കൂടുതൽ എവിടെയെങ്കിലും കിട്ടുമോ? നിങ്ങൾ എവിടെ പോയാലും വെറുതെ ഓടുകയാണ്. ആത്മവിശ്വാസമാണ് വേണ്ടത്. എന്റെ അപ്പച്ചന്മാരും എന്റെ അമ്മച്ചിമാരും ഈ ഒരുപക്ഷെ പഴയ പള്ളിയെക്കുറിച്ച് എനിക്കറിയില്ല, നേരത്തെ ഉള്ള പള്ളിയുടെ അന്നത്തെ അവസ്ഥയിൽ മുട്ടുമേൽ നിന്ന് ഇവിടെ പ്രാർത്ഥിച്ചു. അവിടെ പ്രയാസം ഇറക്കി വെച്ചു, അവിടെ ദുഃഖങ്ങൾ ഇറക്കി വെച്ചു. വലിയ വീർപ്പുമുട്ടലോടാണ് അവർ ദേവാലയത്തിലേക്ക് വന്നെങ്കിൽ ആശ്വാസമായിട്ട് എന്റെ കർത്താവിന്റെ സന്നിധിയിൽ ഞാൻ എന്നെ തന്നെ ഇറക്കി വെച്ചല്ലോ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരു പുരോഹിതൻ ഉണ്ടായിരുന്നല്ലോ, അച്ഛനെനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചോ, അവസാനം എന്റെ പ്രിയമുള്ളവർ നിങ്ങൾ സമാധാനത്താലെ പോകുവീനെന്ന് പറഞ്ഞ് ആ സന്തോഷം സ്വീകരിച്ചൊരു ഭവനത്തിലേക്ക് പോകുമ്പോ അനുഭവിച്ചൊരു സന്തോഷമുണ്ട്. അത് ഇവിടെയാണുള്ളത്. ഞാൻ ഈ വിശുദ്ധ കൃപ അർപ്പിച്ചിട്ടില്ല, പക്ഷെ ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളുടെ വൈദികർ ഇവിടെ അർപ്പിക്കപ്പെടുന്ന കുർബാനേക്കാൾ, ഇവിടെ ചൊല്ലുന്ന കുർബാനേക്കാൾ ശ്രേഷ്ഠമായ കുർബാന ലോകത്ത് എവിടെ പോയാലും കിട്ടത്തില്ല. ഓട്ടം നിർത്തുക, ഓട്ടം നിർത്തുക. എന്തെങ്കിലും കണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാതെ. മറിയത്തിനെ നിങ്ങൾ ദൈവത്തോട് ദൈവമാക്കൽ. ഇപ്പൊ പലരും മറിയത്തിനെ ദൈവമാക്കാറുണ്ട്. ഇല്ല, ദൈവമാതാവാണ്, ദൈവത്തിന്റെ മാതാവാണ്. പരിശുദ്ധ പരിമള തിരുമേനിയോടായാലും അമ്മയോടായാലും ഗിബ്രിൽ സഹോദരനോടായാലും മാതാവിനോടൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഞങ്ങളെ അനുഗ്രഹിക്കണമേ നല്ല പ്രിയമുള്ളവരെ. എന്താ പ്രാർത്ഥിക്കുന്നത് ഓർത്തോസുകാരൻ? ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഇവിടുന്ന് പരിമലയ്ക്ക് പദയാത്ര ഉണ്ടാവും ഞാൻ വിചാരിക്കുന്നു. ഉണ്ടല്ലോ, എന്താ പോകുന്ന വഴിക്ക് പ്രാർത്ഥിക്കുന്നത്? പരിശുദ്ധനായ പരിമല പിതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അതാണ് ഏറ്റവും വലിയ പ്രാർത്ഥന. ഞങ്ങൾക്കും നമ്മളും അവരും ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന മൈലപ്ര എന്നൊരു സ്ഥലമുണ്ട്, കേട്ടുണ്ടാവല്ലോ. അവിടെ ഒരു ആശ്രമമുണ്ട്, മാർ കുര്യാക്കോസ് തയ്യാറ, തുമ്മോൺ പത്നാസിന്റെ പത്തനംതിട്ടയ്ക്ക് അടുത്ത സ്ഥലം മൈലപ്ര. അവിടെ ഒരു റംബാച്ചൻ കബറങ്ങിട്ടുണ്ട്. നിങ്ങൾ ആ വഴിക്കെല്ലാം പോകണമെങ്കിൽ ഒന്ന് കയറി പ്രാർത്ഥിക്കണം. അറിയാവുന്നവരുണ്ടാവും. ആ ഭാഗത്തൊക്കെ ഇങ്ങോട്ട് വന്ന പഴയ ആൾക്കാർ. മാത്യൂസ് റംബാച്ചൻ എന്ന് പറയും, ഒരു കൊച്ചു മനുഷ്യൻ, ഞാൻ കണ്ടു, കൊച്ചു മനുഷ്യനായിരുന്നു. ഒരു തീർത്ഥാടന കേന്ദ്രമാണ്. 100 കണക്കിന് ആൾക്കാർ വന്ന് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്, ഒരു കേന്ദ്രമാണ്. അദ്ദേഹത്തിന്റെ കുറിപ്പുകളിൽ എഴുതി വെച്ചിട്ടുണ്ട്, നിങ്ങൾ എപ്പോൾ ദൈവസ്ഥലിൽ പ്രാർത്ഥിക്കാൻ ചെന്നാലും ഒരു പരിശുദ്ധനെ കൂടെ കൂട്ടുപിടിച്ചോണോ.
വല്ല മനസ്സിലായോ? അതുകൊണ്ടാണ് പ്രിയമുള്ളവരെ വിശുദ്ധ കുർബാനയുടെ പൂർത്തീകരണത്തിന് വേണ്ടി നമ്മൾ അമ്മയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നത്. നയവാൻ വനപോലെ ചൊല്ലി വിശുദ്ധന്മാരുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നത്. ചാർത്തുന്ന ചൊല്ലി നമ്മളിൽ വാങ്ങിപ്പോയ വൈദികരോട് ഉള്ളിൽ പ്രാർത്ഥിക്കുന്നത്. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ, ഞങ്ങൾ അങ്ങോട്ട് കടന്നു വരികയാണ്, ഞങ്ങൾക്ക് വേണ്ടി. ഇതാണ് ഓർത്തഡോക്സ് സഭയുടെ വിശ്വാസം എന്ന് പറയുന്നത്. ക്രിസ്തുവിന്റെ മകളിൽ അല്ല ഒരു പരിശുദ്ധന്മാരും. അതുകൊണ്ട് തന്നെ ഞാൻ ആ വിഷയത്തിന് വിരമിക്കുകയാണ്. ഈ വിശുദ്ധമായ ആലയത്തിൽ നിങ്ങൾക്ക് കിട്ടാത്ത അനുഗ്രഹത്തിന് നിങ്ങൾ എങ്ങും ഓടണ്ട. ഇവര് നിങ്ങളെ കളിയാക്കും ഇവിടെ കിടക്കുന്നവര്. കാരണം അവർ അനുഗ്രഹങ്ങളെ ചോദിച്ചു വാങ്ങിച്ചവരാ. ഈ വിശുദ്ധ ദേവാലയത്തിൽ നിന്ന് അനുഗ്രഹങ്ങളെ ചോദിച്ചു വാങ്ങിച്ച് അടുത്ത തലമുറയ്ക്ക് കൊടുത്തവരാ. ഇന്ന് പലരും ഇവിടെ നല്ല രീതിയിൽ നടക്കുന്നത് നമ്മുടെ കഴിവുണ്ടോ, നമ്മുടെ ബുദ്ധി കൊണ്ടോ, നമ്മുടെ നേട്ടം കൊണ്ടോ അല്ല. പിന്നെയോ നമ്മളിന്ന് വാങ്ങിപ്പോയ പൂർവ്വ പിതാക്കന്മാരുടെ കണ്ണുനീരിന്റെ ഫലമാ പ്രിയമുള്ളവരെ. എന്താ സംശയം? എനിക്ക് 4-5 വയസ്സുള്ളപ്പം ഒരു ചിത്രം എൻ്റെ മനസ്സിലുണ്ട്. എൻ്റെ അമ്മയുടെ വീട് വടശ്ശേരിക്ക് തന്നെ വേറെ കരയിലാണ്. അവധിക്ക് അവിടെ വീട്ടിൽ പോകും. അപ്പച്ചനും അമ്മച്ചിയും ഉണ്ട്. കറണ്ടില്ലാത്ത നാടാണ്, വൈദ്യുതി സവന്തിയിലാറായി. കറണ്ടില്ലാത്ത നാടാ, വൈദ്യുതി ഇല്ലാത്ത നാടാ. വെളുപ്പിന് 5 മണിയാകുമ്പോൾ അപ്പനും അമ്മയും എണ്ണിക്കും. ഞാൻ മുമ്പേ പറഞ്ഞോളൂ, ചാണകം തറച്ച തറ, വിളക്ക് മണ്ണെണ്ണ വിളക്ക് വെച്ചാണ് നീട്ടൊരു പാട്ട് അങ്ങ് പാടും. അതിരാവിലെ ഞാൻ പറയും, ഒരു പണിയില്ലയോ? സമ്മതിച്ചു, പാട്ടങ്ങ് പാടി. ഞാൻ ഒറ്റ ചോദ്യം ചോദിക്കട്ടെ, ഇവിടെ ഇരിക്കുന്ന 50 വയസ്സിന് മേളിൽ പ്രായമുള്ള അമ്മമാരോട്, അതിരാവിലെ തിരുസന്നിധി അണയുന്നൊരു സമയം എന്ന പാട്ടിന്റെ 2 വരിയെങ്കിലും പാടാൻ ഈ ഇരിക്കുന്ന ഒരു കൊച്ചു കുഞ്ഞുങ്ങൾക്ക് ആർക്കും കഴിയുമെന്നൊക്കെ ധൈര്യയോടെ പറയാൻ. നിങ്ങൾ പറയില്ല, കുഞ്ഞുങ്ങൾ പാടും. ഗൂഗിളിൽ തപ്പും, അതിരാവിലെ കിട്ടും. നിങ്ങൾ ഗൂഗിൾ തപ്പിട്ടാണോ പഠിച്ചത്? അല്ല. എങ്ങനെയാ പഠിച്ചത്? നിങ്ങളുടെ അപ്പച്ചനും അമ്മച്ചിയും എന്റെ പൊന്നച്ച ഇപ്പൊ പാടാൻ നോക്കുമോ? രാവിലെ ഒരമ്മച്ചി ഗൾഫിൽ പോയി, മോന്റെ മരുമോടെ അടുത്ത്. അമ്മച്ചിക്ക് രാവിലെ അതിരാവിലെ ജോലിയില്ലെങ്കിൽ മനപ്രയാസം. കാപ്പ് കുടിച്ചാലും കുഴപ്പമില്ല, പക്ഷെ അതിരാവിലെ അമ്മച്ചിക്ക് ജോലിയില്ല, വലിയ മനപ്രയാസം. അമ്മച്ചി ചെന്ന് കാപ്പ് കുടിച്ചാൽ വെളുപ്പിന് 5 മണിക്ക് പാട്ടങ്ങ് തുടങ്ങി. ഗൾഫിലൊക്കെ താമസിച്ചവരൊക്കെ പാടാൻ നോക്കുവോ? അപ്പുറത്തെ ഇപ്പുറത്തെ മുറി മുഴുവൻ താമസിച്ചു. അവരോടത്തെ അമ്മച്ചി തട്ടിപ്പോയെന്ന് ഓർത്തെ. പൊന്നമ്മച്ചി മരുമോടെ പ്രാർത്ഥന, എന്റെ പൊന്നമ്മച്ചി അമ്മച്ചിയോടെ തിരിച്ചു വെക്കോ, അതിരാവിലെ ഇവിടെ വേണ്ട. അത് ഒരു കാലത്ത് നമ്മൾ ആത്മാർത്ഥത പാടിക്കഴിഞ്ഞപ്പോ നമ്മുടെ തലമുറ കേട്ടുപഠിച്ചു അല്ലേ? മനമേ പക്ഷി. ഗൂഗിള് വേണ്ട, എന്തായാലും സന്തോഷായി. ഒരു ചോദ്യം ഇപ്പൊ പാടിയവരോട്, നിങ്ങളുടെ മക്കൾക്കോ മരുമക്കോ കൊച്ചുമക്കൾക്കോ ഇതുപോലെ പാടാൻ ഒക്കുവോ? ഉറപ്പില്ല. നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. ഇത് എവിടെയാ സംഭവിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രിയമുള്ളവരെ, വ്യക്തമായ ഒരു ധാരണ നമ്മുടെ പിതാക്കന്മാർ പ്രയാസത്തിന്റെയും ദുഃഖത്തിന്റെയും അനുഭവത്തിലൊക്കെ പാടി പാടി പതിഞ്ഞടുത്ത തലമുറയ്ക്ക് പറഞ്ഞു കൊടുത്തു. ആ ഒരു അനുഗ്രഹത്തിൽ ജീവിച്ചവരായിരുന്നു. നീട്ടി പാടണമെന്ന് ഞാൻ പറയുന്നില്ല, എങ്കിലും മനഃശാസ്ത്രം പറയുന്നു, ഒരുമിച്ച് ഭക്ഷണം കഴിക്കുകയും ഒരുമിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഭവനങ്ങളിൽ സമാധാനം ഉണ്ടാവും. എന്തോ ഒരു സന്തോഷമാ. ഭാര്യയും ഭർത്താവും വീടിന് പുറത്തിറങ്ങി കഴിയുമ്പോ, വീട്ടിനുള്ളിൽ ചെന്നാൽ ഭർത്താവ് റൈറ്റ്, ഭാര്യ ലെഫ്റ്റ്, വേലക്കാരി സെന്റർ. മണി അടിക്കും, മൊബൈൽ ഫോണിൽ ഭർത്താവിന് വേലക്കാരി മണി അടിക്കും, ഭാര്യയ്ക്കും ബെല്ലടിക്കും. മിസ് കോൾ. എന്തിനാ? ഫുഡ് റെഡി. കഴിഞ്ഞിട്ട് വീണ്ടും ലെഫ്റ്റ് ആൻഡ് റൈറ്റ്. ഞായറാഴ്ച പള്ളിയിൽ വന്നത് എന്റെ പൊന്നെ എന്തോ ഒരു ഭക്തിയാ. കർത്താവ് പോലും ഓടിപ്പോന്ന ഭക്തിയാ. വീട്ടിൽ ഭർത്താവ് ലെഫ്റ്റ്, ഭാര്യ റൈറ്റ്, വേലക്കാരി സെന്റർ. ഇന്ന് പല കുടുംബങ്ങളുടെ അവസ്ഥ ഇതാ. പിള്ളേരുടെ അവസ്ഥയോ ലെഫ്റ്റുമല്ല റൈറ്റുമല്ല സെന്ററുമല്ല, അവിയൽ പരുവത്തിൽ കിടക്കുക. ഇന്ന് വലിയ പല കുടുംബങ്ങളുടെ അവസ്ഥ ഇതൊക്കെ തന്നെയാ. ഞങ്ങൾക്ക് വൈദ്യർക്ക് ഒത്തിരി കഥകൾ പറയാനുണ്ട്. എന്നെക്കാളും 10 ചരിത്രം അറിയാവുന്ന ഇവിടെ ഇരിക്കുന്ന വൈദികർ. എനിക്ക് ഒരു 20 വർഷത്തെ പരിചയവും. പല കുടുംബം. ഞാൻ ഒരിക്കലും ഒരു പള്ളിയിൽ ഇരിക്കുമ്പോൾ അവിടുത്തെ അപ്പച്ചന്റെ ഓർമ്മ. അമ്മച്ചി പറഞ്ഞു, അച്ഛാ എൻ്റെ ഭർത്താവ് മരിച്ചിട്ട് കുറച്ച് വർഷമായി, കുർബാന ചൊല്ലണം, ധൂപ്രാർത്ഥന നടത്തണം, വീട്ടിൽ ധൂപ്രാർത്ഥന നടത്തണം. ശരി, സന്തോഷം. മരുമോള് വന്ന് പറഞ്ഞു, അച്ഛാ അപ്പച്ചന്റെ ഓർമ്മ, കുർബാന ചൊല്ലണം, ധൂപ്രാർത്ഥന നടത്തണം. ശരി, ഭക്ഷണം ഞാൻ ക്രമീകരിച്ചോളാം. അമ്മച്ചി വന്ന്, ഞാനും ക്രമീകരിച്ചോളാം. പെട്ടുപോയി ഞാൻ. കുർബാന എന്തായാലും 2 ചൊല്ലാൻ അവർ ആവശ്യപ്പെട്ടില്ല, അതൊന്നേ ചൊല്ലിയുള്ളൂ. കല്ലറ ഒന്നേ ഉള്ളത് കൊണ്ട് അവിടെയും
പ്രശ്നമില്ലായിരുന്നു. പ്രിയമുള്ളവരെ, പിന്നെ ഒരു ഗുണം കൂടെ ഉണ്ടായി. ആ ഗുണം എനിക്കുണ്ടായി. അതിനോടൊക്കെ പറയാൻ നോക്കുവോ? ഇല്ല. അത് നമ്മൾ സന്തോഷം സ്വീകരിച്ചു. നാട്ടുകാരെ കേൾക്കണ്ടല്ലോ. അമ്മച്ചി അവിടെ ഇടിയപ്പം കോഴിക്കറി ഉണ്ടാക്കി വെച്ചു. മോൾ ഇപ്പുറത്തെ മുറിയിൽ മോടെ വരി. ഇതിനി പ്രശ്നം, അമ്മച്ചി ഉണ്ടാക്കിയ കോഴിക്കറി അപ്പം കഴിച്ചില്ലെങ്കിൽ അമ്മച്ചി എന്താ പറയും? ഇത്രയും വൃത്തിയിട്ട് ഒരു വൈദികൻ 10 പേരോട് പറയും. ഇനി മരുമോൾ ഉണ്ടാക്കി വെച്ച കാപ്പി കഴിച്ചില്ലല്ലോ, പല അച്ഛന്മാരോടെ വന്നിട്ടുണ്ട്. ഇതൊക്കെ ഞങ്ങൾ കേൾക്കുന്നതല്ലേ. അങ്ങനെ ജീവിതത്തിൽ അനുഭവം ഉണ്ട്. പ്രവണി സന്തോഷത്തോടെ ഞാൻ 2 കാപ്പി കുടിച്ചു. അതുകൊണ്ട് ഇപ്പൊ 8 വർഷം ഷുഗറാണ്. അപ്പൊ പ്രിയമുള്ളവർ, ഞാൻ പറഞ്ഞത് എവിടെയാണ് പരാജയം സംഭവിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്നുണ്ട് തന്നെയാണ്. അറിയേണ്ട കാര്യം അറിയാതെ പോകുന്നുണ്ട് തന്നെയാണ്. നമ്മുടെ അപ്പച്ചന്മാരും അമ്മച്ചമാരും മുറുകെ പിടിച്ചൊരു വിശ്വാസവും ആഴവും ഉണ്ടായിരുന്നു. എന്ത് പ്രതിസന്ധി വന്നാലും അതിനെ അതിജീവിച്ച് മുന്നോട്ട് പോകാമെന്നുള്ള പ്രതീക്ഷ. രാവിലെ ഉച്ചയ്ക്കും വേണ്ടി സങ്കടം ബോധിപ്പിച്ച് കരയുന്ന ഒരവസ്ഥ എവിടെയോ പോയി നമ്മുടെ അവസ്ഥ. എന്നെ സംബന്ധിച്ച് എനിക്ക് ധൈര്യമായിട്ട് പറയാൻ സാധിക്കും, പ്രിയമുള്ളവരെ, എൻ്റെ ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളിലും ദൈവം എത്രമാത്രം പ്രവർത്തിച്ചിട്ടുണ്ട്. 2003 ജൂൺ മാസം 12-ാം തീയതി ഞാൻ ശമാശനായി. അന്ന് ജൂൺ മാസം 13-ാം തീയതി തുമ്പോൺ ഭദ്രാസിലെ യൗസബിസിൽ മിനിസ്റ്റർ ഉണ്ടായിരുന്നു. എനിക്ക് പെട്ടെന്ന് ഞാൻ അന്ന് തുമ്പോൺ ഭദ്രാസ്, നിലയ്ക്കൽ ഭദ്രാസ് ഇല്ലായിരുന്നു. തുമ്പോൺ ഭദ്രാസിനുണ്ട് വൈദ്യനായ ആളാണ് ഞാൻ. ശമാശപ്പെട്ട് നടക്കുമ്പം തിരുമേനോട് പറഞ്ഞു, നല്ല ചൂടുണ്ട്, പോയി ഹോസ്പിറ്റലിൽ കാണിക്കണം എന്ന് പറഞ്ഞു. സബ് ഡീക്കൺ പദവി നിന്ന് കുപ്പായം കേട്ട് ഒരാറായിക്കിട്ട് നിൽക്കുന്ന സമയത്ത് ശമാശ ഒട്ടും സമയങ്ങളാണ് ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആകാൻ പറഞ്ഞു. ഞാൻ വീട്ടിലൊക്കെ ഒന്ന് പോയിട്ട് പനി കൂടിയത് കൊണ്ട് മണ്ണാറക്കുളഞ്ഞെന്ന് പറഞ്ഞൊരു ആശുപത്രിയിൽ പോയി അഡ്മിറ്റായി. 2 ദിവസം അവിടെ കിടന്നു. പനി കുറയുന്നില്ല. അപ്പോ അവിടുത്തെ ഡോക്ടർ പറഞ്ഞു, ബ്ലഡ് ഒന്ന് നോക്കാം. 2003-ലാണെന്ന് ഓർത്തോണം. എത്രമാത്രം സംവിധാനങ്ങളും സൗകര്യങ്ങളും ഉണ്ട് നിങ്ങൾ ചിന്തിച്ചു നോക്കണം, പ്രിയമുള്ളവരെ. ഡോക്ടർ പറഞ്ഞു, വെച്ചാൽ ബ്ലഡ് ഒന്ന് ടെസ്റ്റ് എന്നുള്ളതാണ്. ശരി, ആയിക്കോട്ടെ. ബ്ലഡ് ചെക്ക് ചെയ്യാൻ പത്തനംതിട്ട ഹോസ്പിറ്റലിൽ എന്നെ കൊണ്ടുപോയത് എനിക്ക് ഓർമ്മയുണ്ട്. ഡെങ്കി ഫീവറിന്റെ ആരംഭമാണ്. അന്ന് ഈ പനിയൊക്കെ ഇങ്ങോട്ട് വരുന്നതേ ഉള്ളൂ. അപ്പൊ ഡോക്ടർ പറഞ്ഞു, ഈ റിസർവൊന്ന് പറഞ്ഞ എൻ്റെ അപ്പനോട് എത്രയും പെട്ടെന്ന് വലിയ ഹോസ്പിറ്റലിൽ കൊണ്ടുപോക്കോ. നമ്മുടെ ശരീരത്തിൽ വേണ്ട 1.5 ലക്ഷം പ്ലേറ്റ്ലെറ്റ് ആണ് വേണ്ടത്. പക്ഷേ ഈ മനുഷ്യന്റെ ശരീരത്തിൽ അതങ്ങ് താണോണ്ടിരിക്കുക, എന്തും സംഭവിക്കാം. അതും പോട്ടെ, എൻ്റെ രക്തഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ A നെഗറ്റീവാണ്. 100-ൽ എത്ര പേർക്കുണ്ടെന്നോ നമുക്കറിയാമല്ലോ, പ്രിയമുള്ളവരെ. A നെഗറ്റീവാണ്. അവിടുന്ന് ആംബുലൻസിൽ കയറ്റി എന്നെ തിരുവല്ല പുഷ്പരി ഹോസ്പിറ്റൽ കൊണ്ടുപോയി. അവർ പറഞ്ഞു, ഇവിടെ എല്ലാം ഉണ്ട്, പക്ഷേ A നെഗറ്റീവ് ഇല്ല, വിട്ടോളാൻ പറഞ്ഞു. അവിടെ നിന്ന് ആംബുലൻസിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. ജീവിതത്തിൽ ആദ്യമായിട്ട് കോട്ടയം മെഡിക്കൽ കോളേജ് ചെന്നു. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അവിടെ കിടന്നപ്പം എൻ്റെ കൂടെ കിടന്ന ഒരാള്, ഇന്നത്തെ പോലെ സംവിധാനം ഇല്ലാത്തതുകൊണ്ട് ഒരു കട്ടിൽ 2-3 പേർ കിടക്കുന്ന കാലാവസ്ഥ, എൻ്റെ കൂടെ കിടന്ന് അല്പം ശ്വാസം വലിച്ചവൻ ഞാൻ കിടന്ന് പറഞ്ഞേപ്പം എടുത്തോണ്ട് പോന്നു, ഡെഡ് ബോഡി എടുത്തോണ്ട് പോന്നു. അതെനിക്ക് ഓർമ്മയുണ്ട്. അത് നല്ല ഓർമ്മയാണ്. പുള്ളിയെ ശാന്തമായിട്ട് കൊണ്ടുപോയി. പിന്നെ ഞാൻ ബോധമില്ലാതെ പോയി. ബ്ലഡിന്റെ കൗണ്ട് വീണ്ടും താഴ്ന്നു പോകുന്നു. മരിച്ചു പോകും എന്ന് ഏറെക്കുറെ ഉറപ്പായതുകൊണ്ട് ഡോക്ടർ പറഞ്ഞു, അന്ന് മൊബൈൽ ഫോൺ സംവിധാനം ഇല്ല എന്ന് ഓർത്തണം. 2003-ലെ കാര്യമാണ്. ഉള്ള ലാൻഡ് ഫോണിലെ നാണയമൊക്കെ ഇട്ട് നാട്ടോട് വിളിച്ചു പറഞ്ഞു, വലിയ രക്ഷയില്ല, പ്രതീക്ഷയില്ല. ഹോസ്പിറ്റലിലൊക്കെ അന്വേഷിച്ചു, A ബ്ലഡ് കിട്ടാനില്ല. അന്ന് അമൃത ഹോസ്പിറ്റലിൽ സ്റ്റാർട്ട് ചെയ്തോളൂ. അവിടെയും അന്വേഷിച്ചു, A ബ്ലഡ് കിട്ടാൻ വല്ല മാർഗമുണ്ടോ? ഇല്ല. എത്ര നോക്കിയിട്ടും 1% പോലും ബ്ലഡ് കൗണ്ട് കയറുന്നില്ല. 1,75,000 വന്നു. ഇത് എടുക്കുന്ന ബ്ലഡോ വലിയ തിരിഞ്ഞു വെച്ചാൽ കുത്തി എടുക്കും. 50,000-ത്തേക്കോ 20,000-ത്തേക്ക് കുറഞ്ഞു. ഡോക്ടർ പറഞ്ഞു, ഇനി വലിയ പ്രതീക്ഷ ഒന്നും വേണ്ട. കൂടെ സിസ്റ്ററോട് പറയുന്നു, ഇനി ആ ചെറുപ്പക്കാരന് ഒരു മരുന്നും കൊടുക്കണ്ട, നിർത്തിയേക്കാൻ പറഞ്ഞു. എന്റെ പിതാവ് പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്ത ഒരാളാണ്. അദ്ദേഹം മകന് കൊടുക്കാൻ ഒരു ഫ്ലാസ്കിൽ അല്പം ചായമായിട്ട് കയറി വരുമ്പോ കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് സെക്യൂരിറ്റി എന്റെ അനിയനോട് പറഞ്ഞൊരു കാര്യമുണ്ട്. അതിപ്രകാരമാണ്, മറ്റൊന്നുമല്ല, ഡെഡ് ബോഡി കൊണ്ടുപോകാൻ പുറത്തു വന്ന് ആംബുലൻസ് പിടിക്കേണ്ട, മെഡിക്കൽ കോളേജിന്റെ ആംബുലൻസ് തന്നെ ഞങ്ങൾ ക്രമീകരിച്ച് തരാം. വല്ലം മനസ്സിലായി നിങ്ങൾക്ക്? ഞാനെന്ന് പറയുന്ന മനുഷ്യൻ മരിച്ചു പോകുമ്പോ അദ്ദേഹത്തിന്റെ എന്റെ ഡെഡ് ബോഡി കൊണ്ടുപോകാൻ തക്കണം, പുറത്തുനിന്ന് ആംബുലൻസ് പിടിക്കണ്ട, അകത്തുനിന്നുള്ള
ആംബുലൻസ് ക്രമീകരിച്ചു തരാം. എന്റെ പിതാവ് കയറി വന്നപ്പോൾ ഈ വാചകമാണ് കേൾക്കുന്നത്. ഷമ്മാശനായിട്ട് 3-4 ദിവസം മാത്രമായിട്ടുള്ളൂ. ജീവിതത്തിലൊന്ന് നേരെ കാണാൻ പോലും കഴിഞ്ഞില്ല. എന്റെ പിതാവിന്റെ കയ്യിൽ നിന്ന് ചായ ഫ്ലാസ്ക് അവിടെ തറയിൽ വീണ് പൊട്ടിപ്പോയി. അപ്പൻ അവിടെ കുറെ നേരം ഇരുന്നു എന്നാ പറഞ്ഞത്. അതൊന്നും ഞാനിങ്ങനെ കേട്ടോ. എന്റെ മമ്മിയുടെ അനിയതൊരു സിസ്റ്ററാണ്. ബിലായി സെന്റ് തോമസ് കോൺവെന്റിൽ വർക്ക് ചെയ്യാണ്. സിസ്റ്റർ അന്നേരം അവിടെയുണ്ട്. സിസ്റ്റർ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചൊരു കാര്യമുള്ളൂ. കർത്താവേ, വിളിക്കണോ വേണ്ടായോ എന്ന് നിന്റെ ഇഷ്ടമാണ്. ഞങ്ങൾ വിളിക്കണ്ട എന്ന് പറയുന്നില്ല. പക്ഷേ ചങ്കിൽ കയച്ച് സിസ്റ്റർ വെച്ച് പ്രാർത്ഥിച്ചു. ഈ ഷമ്മാശന്റെ അമ്മ വടശ്ശേരിക്ക് ഇരുന്ന് മോനെ കാണാൻ വേണ്ടി വന്നു കണ്ടിട്ട് മാത്രമേ കർത്താവെ നീ എടുക്കാവേ. വേറൊന്നും പ്രാർത്ഥിച്ചില്ല. വന്ന് സ്വന്തം പെറ്റതളവെന്ന് കണ്ടിട്ട് മാത്രമേ നീ തിരിച്ചെടുക്കാവേ. പ്രിയമുള്ളവരെ, സെമിനാരി പഠിക്കുന്ന സമയത്ത് ഒരു കുസൃതി ഉണ്ടായിരുന്നു. എന്താ ചോദിച്ചാൽ, ഈ എ നെഗറ്റീവ് ബ്ലഡ് ആയതുകൊണ്ട്, റെയർ ആയതുകൊണ്ട് എവിടെങ്കിലും അപകടമോ മറ്റ് സിസേറിന്റെ സർജറിയോ എന്തെങ്കിലും സർജറിയൊക്കെ വന്നാൽ അവിടുന്ന് ആൾക്കാർ തിരക്കി പിടിച്ച് സെമിനാരി വരും. ഈ ബ്ലഡ് ഗ്രൂപ്പ് ഉണ്ടോ നോക്കി. അപ്പൊ എ നെഗറ്റീവ് ഉണ്ടെങ്കിൽ ചാടിപ്പോ ഞാനാ. 2 കാര്യമുണ്ട്. ഒന്ന്, സെമിനാരിൽ നിന്ന് പുറത്തുനിന്ന് ഇറക്കാം. പിന്നെ ഫ്രൂട്ടിങ് കിട്ടും. സന്തോഷമല്ലേ. ബ്ലഡ് കൂടെ പോയി വീക്ക്നെസ് ആയിരുന്നു. അവസാനം അങ്ങനെ ഇരിക്കുന്ന സമയത്ത് കോട്ടയത്തിന്റെ ഹോസ്പിറ്റൽ ചെന്നപ്പോൾ അവിടുത്തെ മദർ സുപ്പീരിയർ ഹോസ്പിറ്റൽ നേഴ്സിനോട് പറഞ്ഞു, ശമ്മാച്ച കാര്യം ഇനി ഈ വഴിക്കോട്ട് വന്നേക്കില്ല, നിങ്ങളുടെ ശരീരത്തിന് ബ്ലഡ് എടുക്കാനില്ല, പൊക്കോണം പറഞ്ഞു. ഞാൻ ആൾക്കാർ ബ്ലഡ് കൊടുക്കാൻ എന്നെ ഓടിച്ചു വിട്ടു. പ്രിയമുള്ളവരെ, സാക്ഷ്യമായിട്ട് വിശുദ്ധ അൾത്താടമിൽ നിന്ന് സാക്ഷ്യം പറഞ്ഞതിൽ സന്തോഷമേ ഉള്ളൂ. എന്റെ ശരീരത്തിൽ ഒരു തുള്ളി രക്തം പോലും കുത്തിവെച്ചില്ല. 25,000 എത്തിയ പ്ലേറ്റ്ലെറ്റ് വീണ്ടും അല്പം കൂടി കഴിഞ്ഞപ്പോൾ 50,000 ഓട്ടോമാറ്റിക് കയറി. ഡോക്ടർക്ക് വീണ്ടും ഒരു സംശയം. കുറച്ചു നാളെ ജീവിച്ചിരിക്കുമെന്ന് സംശയിച്ചിട്ട് ആ മെയിൻ ഡോക്ടർ എന്തറിയാമോ, വീണ്ടും ബ്ലഡ് പരിശോധിക്കാൻ പറഞ്ഞു. വീണ്ടും ബ്ലഡ് റിസൾട്ട് വന്നപ്പോ 50,000 70,000 പ്രവേശിച്ചു. 70,000 1 ലക്ഷത്തിലേക്ക് പ്രവേശിച്ചു. ഡോക്ടർ പറഞ്ഞു മരുന്ന് സ്റ്റാർട്ട് ചെയ്തോളാം. അല്പം മുമ്പ് ഈ മനുഷ്യൻ തന്നെ അവിടെ ഞാൻ സിസ്റ്ററോട് പറഞ്ഞു, ഇനി ആ മനുഷ്യന് ചെറുപ്പക്കാരന് ഒരു മരുന്ന് കൊടുക്കണ്ട, വലിയ താമസമില്ലാതെ പോകും. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഇഷ്ടമുള്ള ആൾക്കാരുണ്ട്. എൻ്റെ ഹൈന്ദവ സഹോദരങ്ങൾ പോലും, വടശ്ശേരിക്കുന്ന പ്രദേശത്ത് എന്നെ സ്നേഹിക്കുന്ന എൻ്റെ ഹൈന്ദവ സഹോദരങ്ങൾ പോലും, എൻ്റെ അമ്മമാർ എൻ്റെ ക്ലബിലൊക്കെ പ്രവർത്തിക്കുമായിരുന്നു. അതുകൊണ്ട് അവർക്ക് അവരുടെ അമ്പലങ്ങളിൽ പോയി എനിക്ക് പ്രാർത്ഥിച്ചു. ഞാൻ പിന്നെ വന്ന് പറഞ്ഞു, ശമാശ ഞങ്ങളൊക്കെ പ്രാർത്ഥിച്ചായിരുന്നു. ഒരു തുള്ളി രക്തം പോലും എന്റെ ശരീരത്തിൽ കുത്തിവെച്ചില്ല. പ്രിയമുള്ളവരെ, സെമിനാരിൽ നിന്ന് 100 ആൾക്കാർക്ക് പലപ്പോഴും ബ്ലഡ് കൊടുക്കാൻ ഓടിപ്പോയത് കൊണ്ട് എന്റെ കർത്താവിന്റെ ജീവരക്തം എന്റെ ശരീരത്തോട് വന്നുകൊണ്ട് 25,000 എന്ന് പറഞ്ഞ പ്ലേറ്റ്ലെറ്റ് 2.5 ലക്ഷമായിട്ട് ഒരു തുള്ളി ബ്ലഡ് കയർക്കാതെ കയറി. ആര് പ്രവർത്തിച്ചതാ അവിടെ? ഈ ലോകത്തിലെ ഡോക്ടർ പറഞ്ഞു സ്റ്റോപ്പ്, മെഡിസിൻ സ്റ്റോപ്പ് ചെയ്തേരെ. ഈ ലോകത്തിലെ വൈദ്യൻ പറയുന്നു നിർത്തിയേരെ. പക്ഷേ ഞാൻ വിശ്വസിക്കുന്ന എന്റെ കർത്താവിന് എന്നെ കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പൂർണ്ണമായ ബോധ്യമുള്ളത് കൊണ്ട് എന്റെ ദൈവം എന്നെ ഉയർത്തി. ധൈര്യമായിട്ട് പറയാൻ സാധിക്കും, ഇന്ന് പോയെന്ന് പറഞ്ഞാലും ഒരു പ്രശ്നമില്ല. ഇത്രയും നാള് നടത്തി 22 വർഷം, 2005 ഞാൻ അപ്പൊ 21 വർഷത്തോളം വൈദ്യനാണ് ജീവിച്ചു. 2 പെൺകുട്ടികളുണ്ട്. മൂത്ത മോക്ക് 21 വയസ്സും രണ്ടാമത്തെ 18 വയസ്സുണ്ട്. സന്തോഷത്തോടെ ജീവിക്കുന്നു. ഒറ്റ കാരണമുള്ളൂ പ്രിയമുള്ളവരെ, എന്റെ കഴിവോ എന്റെ ബുദ്ധിയോ എന്റെ നേട്ടമല്ല, പിന്നെയോ എന്നെ സ്നേഹിച്ച എന്റെ പൂർവ്വപിതാക്കന്മാരുടെ കണ്ണുനീരിന്റെ ഫലമാണ്. ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ തന്നെ കണ്ണുനീരൊഴുക്കി പ്രയാസത്തിന്റെയും പ്രതിസന്ധിന്റെയും കാലഘട്ടത്തിൽ പ്രാർത്ഥിച്ച പൂർവ്വപിതാക്കന്മാരുടെ പ്രാർത്ഥനയുടെ ഫലം തന്നെയാണ് ഞാൻ അനുഭവിക്കുന്ന പൂർണ്ണമായ ബോധ്യം എനിക്കുണ്ട്. അതാണ് ഞാൻ ആദ്യം പാടുന്നത്, നിന്നതല്ല നാം, ദൈവം എന്നെ നിർത്തിയതാണ്. നേടിയതല്ല ഞാൻ, ദൈവമെല്ലാം. അതിക്കുള്ള എന്താ പ്രിയമുള്ള എനിക്ക് എന്തെങ്കിലും പാടാനായിട്ടുള്ളത്? ഒത്തിരി പറയുക എനിക്കുണ്ടെങ്കിലും നിങ്ങളെ വികാരിച്ച് അനുവദിച്ചിരിക്കുന്ന സമയം അവസാനിച്ചിരിക്കുന്നു. അബ്ശാലോമിനെ പറ്റിയ പരാജയം എന്താന്ന് ചോദിച്ചാൽ, ദാവീദിനെ ലോകത്തിന്റെ ഭാഷയിൽ മനസ്സിലാക്കി, ദൈവത്തിന്റെ ഭാഷയിൽ മനസ്സിലാക്കിയില്ല. അബ്ശാലോമിന്റെ രണ്ടാമത്തെ പരാജയം, ദൈവവും ദാവീദ് എന്ന് പറയുന്ന വ്യക്തിയിൽ അധിഷ്ഠിതമായ വിശ്വാസത്തെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് നീ ഹെബ്രോനിലേക്ക് പോകുമെന്ന് പറഞ്ഞപ്പോ, മോനെ നീ പോയി അവിടെ പ്രാർത്ഥന കഴിക്കുക എന്ന് പറഞ്ഞ് അങ്ങോട്ട് യാത്രയാക്കിയത്.
തിരിച്ചു വരാം. ഈ സന്ധ്യയിൽ നമുക്ക് തിരിച്ചു വരാം. നമുക്ക് എല്ലാവരും ഉണ്ട്. അപ്പനുണ്ട്, അമ്മയുണ്ട്, മക്കളുണ്ട്, മരുമക്കളുണ്ട്, കൊച്ചുമക്കളുണ്ട്. നമുക്ക് വേണ്ടി കഷ്ടപ്പെടാൻ എല്ലാവരും ഉണ്ട്. പ്രിയമുള്ളവരെ, 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 ഒരാഴ്ച ഒന്ന് കടന്നു നോക്കിയേ. ഈ ഉണ്ട് എന്ന് പറയുന്ന എത്ര പേര് കൂടെ നിൽക്കുമെന്ന് കുട്ടി വായിച്ചോളാം. അപ്പൊ അച്ഛന് സുഖമില്ലാട്ട് 2 ദിവസം കിടക്കാണ്. ഒരു റിട്ടയർ അധ്യാപകനെ കുറിച്ച് അദ്ദേഹത്തിന്റെ ബിസിനസ്സുകാരനായ മകൻ എബി വറീസ് എന്ന് പറഞ്ഞ എന്റെ അടുക്കൽ വന്ന് പറഞ്ഞൊരു കാര്യമാണ്. അച്ഛാ, പപ്പായ്ക്ക് വയ്യാട്ട് ഒരാഴ്ചയുടെ കിടക്കുകയാണ്, ഒന്ന് പ്രാർത്ഥിച്ചേക്കണം. വലിയ ബുദ്ധിമുട്ടില്ലാതെ ഒരു കൂരമ്പ് പോലാണ് അവന്റെ വാക്കുകൾ എന്റെ ചെവിയിൽ പതിഞ്ഞത്. ദൈവമേ, ഒരാഴ്ച പോലും കിടക്കാത്ത മനുഷ്യനെ ഇത്രയും വേഗം വിളിക്കാൻ ഞാൻ പ്രാർത്ഥിക്കണോ? പക്ഷെ ഞാൻ പ്രാർത്ഥിച്ചു. പ്രിയമുള്ളവരെ, എന്താണെന്നറിയാമോ? ആ മനുഷ്യൻ കർത്താവ് ഒന്നുകൂടി ഒന്ന് എണീറ്റ് നടക്കാനിടയാണ്. എന്റെ പ്രാർത്ഥനയാ കർത്താവ് കേട്ടോ, അവരുടെ പ്രാർത്ഥനയല്ല. ഇതാണ് മനുഷ്യൻ. ആ മനുഷ്യൻ വീണ്ടും എണീറ്റ് നടന്നു, പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചു. പള്ളിയിൽ എല്ലാ കാര്യം സജീവമായിട്ട് പങ്കെടുത്തു. പിന്നെ അദ്ദേഹം മരിച്ചു. ഒരാഴ്ച കടന്നപ്പം എൻ്റെ നിങ്ങളുടെയും പ്രിയപ്പെട്ടവരുടെ അവസ്ഥ ഇതൊക്കെയാ തന്നെ. പ്രിയമുള്ളവര്, നമ്മളോർക്കും നമ്മളെല്ലാരും പൊന്നുപോലെ. അമ്മച്ചിമാടൊക്കെ മുഖത്ത് എൻ്റെ പൊന്നച്ച ഇങ്ങനെയൊക്കെ പറയാതെ, ഞങ്ങളെ പേടിപ്പിക്കാതെ. ചെറുക്കന് കപ്പ ചോദിച്ചപ്പോ ബൂസ്റ്റ് കൊടുത്തു, കാച്ചിക്ക ചോദിച്ചപ്പം മറ്റേ എൻ്റെ കലക്കൻ സാധനം നൂഡിൽസ് കൊടുത്ത് വളർത്തിക്കൊണ്ട് വരുവാ. അച്ഛാ, പ്രതീക്ഷ ദൈവത്തിൽ മാത്രം, സ്വപ്നങ്ങൾ ദൈവത്തിൽ മാത്രം. നിന്നെ കുറിച്ച് നിന്റെ ദൈവത്തിന്റെ പദ്ധതി ഉണ്ട്, ഏൽപ്പിച്ചു കൊടുക്കുക. ഈ വിശുദ്ധമായ നോമ്പിന്റെ ഈ അവസാന ദിവസം നിന്നെ കുറിച്ച് ദൈവത്തിന്റെ പദ്ധതിയുണ്ട്. ആ പദ്ധതി നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുക. ഒന്നും വ്യാകുലപ്പെടേണ്ട കർത്താവേ, ഒന്നും വ്യാകുലപ്പെടേണ്ട. കർത്താവ് കൂടെയുണ്ട്. ഞാൻ നിങ്ങൾക്ക് സമാധാനം തരുന്നു, അത് ലോകം തരുന്ന പോലെ അല്ല എന്നളിച്ചു തന്നെ കർത്താവ് കൂടെയുണ്ട്. ആശ്രയിക്കുവാൻ, ആശ്വസിക്കുവാൻ ആ ഒരു വ്യക്തിത്വം മാത്രമേ ഉള്ളൂ. അവന്റെ കൈ എപ്പോഴും നമ്മുടെ നേരെ നീട്ടപ്പെട്ടിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ആ കരങ്ങൾ അങ്ങോട്ടങ്ങ് കൊടുത്താൽ മതി, ആ മുറുകെ പിടിച്ചോളും. ആ കരം അയയുന്ന കൈയല്ല, ബലമില്ലാത്ത കൈയല്ല, ഷിവറിങ്ങുള്ള കൈയല്ല, ദൃഢമാണ്. ഏൽപ്പിച്ചു കൊടുക്കാം. ഈ സന്ധ്യ അനുഗ്രഹിക്കപ്പെട്ടതാ തീരട്ടെ. അബ്ശാലോം എന്നോടും നിങ്ങളോടും പറഞ്ഞ കാര്യമുണ്ട്. ഞാൻ മനസ്സിലാക്കിയില്ല എൻ്റെ അപ്പനും ദൈവവും തമ്മിലുള്ള ബന്ധം. ഞാൻ മനസ്സിലാക്കിയില്ല എൻ്റെ അപ്പൻ്റെ ഉള്ളിലുള്ള ദൈവവുമായിട്ടുള്ള വിശ്വാസം. ഈ സന്ധ്യ അനുഗ്രഹിക്കപ്പെട്ടതാകട്ടെ. വിശുദ്ധ മർത്തസ്മനി അമ്മയുടെ പ്രാർത്ഥന നമുക്ക് എപ്പോഴും കാവലും കോട്ടയായിരിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ സന്ധ്യയിൽ നിങ്ങളോടൊപ്പം ആയിരിക്കാൻ നോക്കണം. അവസരത്തിൽ ഞാൻ നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഞാൻ ആദ്യമായിട്ടാണ് ഈ പ്രദേശത്തെ കടന്നു വരുന്നത്. അതിൻ്റെ ഒരു ആശങ്ക ഉണ്ടായിരുന്നു, സന്തോഷമാണ് ഇപ്പോൾ ഉള്ളത്. തീർച്ചയായിട്ടും ഞാൻ ആദ്യം ഓർപ്പിച്ചല്ലേ, യാദൃച്ഛികമായിട്ട് ബഹുമാനപ്പെട്ട അച്ഛനെ കാണുവാനും പരിചയപ്പെടുവാനും അച്ഛൻ എന്നെ വിളിക്കുവാനിടയായി. ബഹുമാനപ്പെട്ട അച്ഛനോട് എൻ്റെ നന്ദി വാക്കുകൾക്ക് അതീതമാണ്. കാരണം എന്ന് പറഞ്ഞാൽ യാദൃച്ഛികമായിട്ട് ഇങ്ങനെ ക്രമീകരിച്ചല്ലോ. ബഹുമാനപ്പെട്ട ട്രസ്റ്റി പ്രിയപ്പെട്ട ജേക്കബ് സാർ ഉൾപ്പെടെ സെക്രട്ടറി, മാനസിക കമ്മിറ്റി, ഞങ്ങൾ എല്ലാവരോടും ഇടവക, ഈ ഇടവക എല്ലാ പ്രിയപ്പെട്ടവരോടും എനിക്കുള്ള നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ ചെറിയ വാക്കിൽ നിന്ന് വിരമിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെയും ഓർക്കണമെന്ന് മാത്രം അപേക്ഷയോട് അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.